നമസ്കാരം, ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 8ാം ക്ലാസ്സിലെ ഫിസിക്സിലെ 10ാമത്തെ ചാപ്റ്ററായ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലെ 43ാമത്തെ ക്വസ്റ്റ്യൻ വരെയുള്ളതാണ് നമ്മൾ ചെയ്തത്. ഇന്ന് നമുക്ക് 44ാമത്തെ ക്വസ്റ്റ്യൻ മുതലുള്ള നോക്കാം. ഇത് ലാസ്റ്റ് പാർട്ടാണ്. അപ്പോൾ ഫിസിക്സിൽ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും ഉൾപ്പെടുത്തി ക്ലാസ് 8 ഫിസിക്സ് 2025-26 എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റിൽ ചെയ്തിട്ടുണ്ട്, പ്ലേലിസ്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഇതിന് മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള ആ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ആവശ്യമുള്ളവർക്ക്. അപ്പോൾ നമുക്ക് നോക്കിയോളൂ 44ാമത്തെ ക്വസ്റ്റ്യൻ. What are the gloves called that are worn for safety by people who repair mobile phones and electronic devices? അതായത് ഇലക്ട്രോണിക് ഡിവൈസസും അതുപോലെ തന്നെ മൊബൈൽ ഫോൺ റിപ്പയർ ചെയ്യുന്നവരും സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് സുരക്ഷയ്ക്ക് വേണ്ടി ധരിക്കുന്ന ഗ്ലൗസിൻ്റെ പേരെന്ത്? കയ്യുറകളുടെ പേരെന്ത്? എന്താണ് പേര്? ആൻറ്റി സ്റ്റാറ്റിക് ഗ്ലൗസ്. എന്താണ്? ആൻറ്റി സ്റ്റാറ്റിക് കയ്യുറകൾ, ആൻറ്റി സ്റ്റാറ്റിക് ഗ്ലൗസ്. അടുത്ത 45ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയുള്ളൂ. വൈ ഡു മൊബൈൽ ഫോൺ ടെക്നീഷ്യൻസ് ആൻഡ് പീപ്പിൾ ഹു റിപ്പയർ ഇലക്ട്രോണിക് ഡിവൈസസ് ഹാവ് ടു വിയർ ആൻറ്റി സ്റ്റാറ്റിക് ഗ്ലൗസ്? ഇലക്ട്രോണിക് ഉപകരണങ്ങൾ റിപ്പയർ ചെയ്യുന്നവരും അതുപോലെ മൊബൈൽ ഫോൺ റിപ്പയർ ചെയ്യുന്നവരും ആൻറ്റി സ്റ്റാറ്റിക് ഗ്ലൗസ് അല്ലെങ്കിൽ ആൻറ്റി സ്റ്റാറ്റിക് കയ്യുറകൾ ധരിക്കേണ്ടത് എന്തുകൊണ്ട്? എന്തിനാണ് അവർ ഈ ആൻറ്റി സ്റ്റാറ്റിക് ഗ്ലൗസ് ധരിക്കുന്നതെന്ന് നോക്കിയുള്ളൂ. 2 പാരഗ്രാഫായിട്ട്. ആദ്യം മൊബൈൽ ഫോൺ റിപ്പയർ ചെയ്യുന്നവർ എന്തിനാണ് ആൻറ്റി സ്റ്റാറ്റിക് ഗ്ലൗസ് ധരിക്കുന്നത്? രണ്ടാമത്തെ പാരഗ്രാഫിൽ ഇലക്ട്രോണിക് ഡിവൈസസ് റിപ്പയർ ചെയ്യുന്നവർ എന്തിനാണ് ആൻറ്റി സ്റ്റാറ്റിക് ഗ്ലൗസ് ധരിക്കുന്നത്? അപ്പോൾ അങ്ങനെ 2 പാരഗ്രാഫായിട്ട് എഴുതിയിട്ടുണ്ട്. ഇത് ഒന്നായിട്ട് ചോദിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നായിട്ട് തന്നെ ആൻസർ എഴുതാം. അത് അല്ല രണ്ടായിട്ട് ചോദിക്കുന്നെങ്കിൽ രണ്ടായിട്ട് ഏത് രീതിയിൽ എഴുതണം എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ടായിട്ട് തന്നെ ആൻസർ എഴുതിയിട്ടുള്ളത് കേട്ടോ. നോക്കിയുള്ളൂ. വെൻ മൊബൈൽ ഫോൺ ടെക്നീഷ്യൻസ് റിപ്പയർ മൊബൈൽ ഫോൺസ്, മൊബൈൽ ഫോൺ ടെക്നീഷ്യൻസ് മൊബൈൽ ഫോൺ റിപ്പയർ ചെയ്യുമ്പോൾ സ്റ്റാറ്റിക് ഇലക്ട്രിക്കൽ ചാർജസ് ക്യാൻ അക്യുമുലേറ്റ് ഓൺ ദെയർ ബോഡീസ്. അവരുടെ ശരീരത്തിൽ സ്റ്റാറ്റിക് ഇലക്ട്രിക് ചാർജ് എന്ത് ചെയ്യുന്നു? അക്യുമുലേറ്റ് ചെയ്യുന്നു, ശേഖരിക്കപ്പെടുന്നു. ഇലക്ട്രിക്കൽ ചാർജ് ഈ മൊബൈൽ ഫോൺ റിപ്പയർ ചെയ്യുന്നവരുടെ ബോഡിയിൽ ശേഖരിക്കപ്പെടുന്നു, അക്യുമുലേറ്റ് ചെയ്യുന്നു. These charges may transfer to the phone's electronic components. ഈ ചാർജസ് അവരുടെ ഈ ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്യുന്ന ചാർജ് എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ആകുന്നു. എങ്ങോട്ട് ട്രാൻസ്ഫർ ആകുന്നു? ടു ദ ഫോൺസ് ഇലക്ട്രോണിക് കമ്പണൻസ്. ഫോണിൻ്റെ അകത്തുള്ള ഇലക്ട്രോണിക് കമ്പണൻസിലോട്ട്, ഫോണിൻ്റെ അകത്തുള്ള ഇലക്ട്രോണിക് കമ്പണൻസിലോട്ട് ട്രാൻസ്ഫർ ആകുന്നു. ആൻഡ് ദിസ് ക്യാൻ ഡാമേജ് ദ ഡെലിക്കേറ്റ് സർക്യൂട്ട്. ഇത് ആ ഫോണിൻ്റെ അകത്തുള്ള സർക്യൂട്ടിന് ഡാമേജ് ഉണ്ടാക്കുന്നു. ദിസ് ക്യാൻ ഡാമേജ് ദ ഡെലിക്കേറ്റ് സർക്യൂട്ട്സ്. അതിൻ്റെ അകത്തുള്ള ഫോണിൻ്റെ അകത്തുള്ള ഡെലിക്കേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, അപ്പോൾ ഫോണിൻ്റെ അകത്തുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഡെലിക്കേറ്റ് സർക്യൂട്ട്സിന് ആ സർക്യൂട്ടിന് ഇത് ഡാമേജ് ഉണ്ടാക്കുന്നു. ടു പ്രിവെൻറ്റ് ദിസ്, ഇത് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, ഇത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് മൊബൈൽ ഫോൺ ടെക്നീഷ്യൻസ് ആർ അഡ്വൈസ്ഡ് ടു വിയർ ആൻറ്റി സ്റ്റാറ്റിക് ഗ്ലൗസ്. മൊബൈൽ ഫോൺ ടെക്നീഷ്യൻസ് ആൻറ്റി സ്റ്റാറ്റിക് ഗ്ലൗസ് ധരിക്കണം എന്ന് പറയുന്നത്. മനസ്സിലായോ? അഡ്വൈസ് ചെയ്യാന്ന് വെച്ചാൽ ഉപദേശിക്കുക, അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇതാണ് മൊബൈൽ ഫോൺ ടെക്നീഷ്യൻസിൻ്റെ കാര്യം. ഇനി അടുത്ത നമുക്ക് പറയാനുള്ളത് ഇലക്ട്രോണിക് ഡിവൈസസ് കറക്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ കാര്യമാണ്. നോക്കിയോളൂ അടുത്ത പാരഗ്രാഫ്. വെൻ ദ പീപ്പിൾ ഹൂ റിപ്പയർ ഇലക്ട്രോണിക് ഡിവൈസസ് സ്റ്റാറ്റിക് ഇലക്ട്രിക്കൽ ചാർജസ് ക്യാൻ അക്യുമുലേറ്റ് ഓൺ ദെയർ ബോഡീസ്. അതായത് ആൾക്കാർ പീപ്പിൾ ഈ ഇലക്ട്രോണിക് ഡിവൈസസ് ഒക്കെ റിപ്പയർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സ്റ്റാറ്റിക് ഇലക്ട്രിക്കൽ ചാർജസ് ഈ ഇലക്ട്രിക്കൽ ചാർജസ്, സ്റ്റാറ്റിക് ഇലക്ട്രിക്കൽ ചാർജസ് ചെയ്ത വൈദ്യുതി എന്ത് ചെയ്യുന്നു? ക്യാൻ അക്യുമുലേറ്റ് ഓൺ ദെയർ ബോഡി. അവരുടെ ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്യുന്നു, ശേഖരിക്കപ്പെടുന്നു. ദീസ് ചാർജസ് മേ ട്രാൻസ്ഫർ ടു ദ ഡിവൈസ് ഇലക്ട്രോണിക് കമ്പണൻസ്. ഈ ചാർജസ് ഈ സ്റ്റാറ്റിക് ഇലക്ട്രിക്കൽ ചാർജ് ട്രാൻസ്ഫർ ആകുന്നു, കൈമാറ്റം ചെയ്യപ്പെടുന്നു. എങ്ങോട്ട്? ടു ദ ഡിവൈസസ്. അത് ഡിവൈസിൻ്റെ ഇലക്ട്രോണിക് കമ്പണൻസ്, ഇലക്ട്രോണിക് ഘടകങ്ങളിലേക്ക്, ആ ഡിവൈസിൻ്റെ അകത്തുള്ള ഇലക്ട്രോണിക് കമ്പണൻസിലോട്ട് ഈ ചാർജ് എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ദിസ് ക്യാൻ ഡാമേജ് ദ ഡെലിക്കേറ്റ് സർക്യൂട്ട്. ഇത് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഡാമേജ് ഉണ്ടാക്കുന്നു, കേടുപാട് വരുത്തുന്നു. ഏതിന്? ഡെലിക്കേറ്റ് സർക്യൂട്ടിന്. ഇലക്ട്രോണിക് ഡിവൈസിൻ്റെ അകത്തുള്ള ഡെലിക്കേറ്റ് സർക്യൂട്ട് എന്ന് വെച്ചാൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സർക്യൂട്ട്സ് ഉണ്ടായിരിക്കും ആ ഡിവൈസസിൻ്റെ അകത്ത്. ആ ഡിവൈസസിൻ്റെ അകത്തുള്ള ഈ സോഫ്റ്റ് ആയിട്ടുള്ള സർക്യൂട്ട്സിന് ഇത് എന്തുണ്ടാക്കുന്നു? ഡാമേജ് ഉണ്ടാക്കുന്നു. ടു പ്രിവെൻറ്റ് ദിസ്, ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ദ പീപ്പിൾ ഹു റിപ്പയർ ഇലക്ട്രോണിക് ഡിവൈസസ്, ഇലക്ട്രോണിക് ഡിവൈസസ് ഒക്കെ റിപ്പയർ ചെയ്യുന്ന ആൾക്കാർ ആർ അഡ്വൈസ്ഡ് ടു വിയർ ആൻറ്റി സ്റ്റാറ്റിക് ഗ്ലൗസ്. ആൻറ്റി സ്റ്റാറ്റിക് ഗ്ലൗസ് ധരിക്കണം എന്ന് അഡ്വൈസ് ചെയ്യുന്നു. മനസ്സിലായല്ലോ? നോക്കിയോളൂ. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ റിപ്പയർ ചെയ്യുന്നവരും മൊബൈൽ ഫോൺ റിപ്പയർ ചെയ്യുന്നവരും ആൻറ്റി സ്റ്റാറ്റിക് കയ്യുറകൾ ധരിക്കേണ്ടത് എന്തുകൊണ്ട്? മൊബൈൽ ഫോൺ ടെക്നീഷ്യന്മാർ മൊബൈൽ ഫോൺ റിപ്പയർ ചെയ്യുമ്പോൾ വൈദ്യുത ചാർജ് അവരുടെ ശരീരത്തിൽ ശേഖരിക്കപ്പെടുന്നു. ഈ ചാർജ് ഫോണിലെ ഇലക്ട്രോണിക് ഘടകങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചാർജ് കൈമാറ്റം ചെയ്യപ്പെട്ടാൽ അത് ആ ഇലക്ട്രോണിക് ഘടകങ്ങളെ കേടുവരുത്താൻ പര്യാപ്തമാണ്.
ഇത് ഒഴിവാക്കാനാണ് മൊബൈൽ ഫോൺ ടെക്നീഷ്യന്മാർ ആന്റിസ്റ്റാറ്റിക് കയ്യുറകൾ ധരിക്കണം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ, ഇത് മൊബൈൽ ഫോൺ ടെക്നീഷ്യൻസിന്റെ കാര്യമാണ്. ഇനി ഇലക്ട്രോണിക് ഉപകരണങ്ങൾ റിപ്പയർ ചെയ്യുമ്പോൾ വൈദ്യുത ചാർജ് അത് റിപ്പയർ ചെയ്യുന്നവരുടെ ശരീരത്തിൽ ശേഖരിക്കപ്പെടുന്നു. ഈ ചാർജ് ഇലക്ട്രോണിക് ഉപകരണങ്ങളിലെ ഇലക്ട്രോണിക് ഘടകങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ചാർജ് കൈമാറ്റം ചെയ്യപ്പെട്ടാൽ അത് ആ ഇലക്ട്രോണിക് ഘടകങ്ങളെ കേടുവരുത്താൻ പര്യാപ്തമാണ്. ഇത് ഒഴിവാക്കാനാണ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ റിപ്പയർ ചെയ്യുന്നവർ ആന്റിസ്റ്റാറ്റിക് കയ്യുറകൾ ധരിക്കണം എന്ന് പറയുന്നത്. രണ്ട് സെയിം അല്ലേ? അവിടെ നമ്മളെ മൊബൈൽ ഫോൺ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഇലക്ട്രോണിക് ഡിവൈസസ് അല്ലേ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ ഒരു വ്യത്യാസമേ ഉള്ളൂ. അടുത്ത നോക്കിയോളൂ ക്വസ്റ്റ്യൻ. ഒബ്സർവ് എ ചൈൽഡ് സ്ലൈഡിംഗ് ഡൗൺ എ റൈഡ് ഇൻ ദ പാർക്ക്. ഈസ് ഇൻ ദ ചൈൽഡ്സ് ഹെയർ അൺയൂഷ്വലി റൈസ്ഡ്. ഒരു പാർക്കിൽ റൈഡറിലൂടെ നിരങ്ങി വരുന്ന ഒരു കുട്ടിയെ നിരീക്ഷിക്കും. ഇതിൽ കുട്ടിയുടെ തലമുടി അസാധാരണമായി ഉയർന്നു നിൽക്കുന്നില്ലേ? കണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഒരു കുട്ടിയുടെ തലമുടി കണ്ടോ ഉയർന്നു നിൽക്കുന്നത്. പിന്നെ എന്താണ് ക്വസ്റ്റ്യൻ? ഹൗ ഡിഡ് ദ ചാർജ് അക്യുമുലേറ്റ് ഇൻ ദ ഹെയർ. തലമുടിയിൽ ഈ ചാർജ് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ശേഖരിക്കപ്പെട്ടത് എങ്ങനെയാണ്? താഴെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, ത്രൂ ഫ്രിക്ഷൻ, ത്രൂ കോണ്ടാക്ട്. ഉരസൽ വഴി, പിന്നെ കോണ്ടാക്ട് സമ്പർക്കം വഴി. ഇങ്ങനെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ക്യാൻ യു സജസ്റ്റ് എ മെത്തേഡ് ടു ന്യൂട്രലൈസ് ദ ചാർജ്. ഈ ചാർജ് ന്യൂട്രലൈസ് ചെയ്യാൻ എന്തെങ്കിലും ഒരു മെത്തേഡ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ചാർജ് നിർവീര്യമാക്കുന്നതിന് ഒരു മാർഗം നിർദ്ദേശിക്കാമോ? നോക്കണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, തലമുടിയിൽ ചാർജ് സ്വരൂപിക്കപ്പെട്ടത് എങ്ങനെ, അല്ലെങ്കിൽ ഹൗ ഡിഡ് ദ ചാർജ് അക്യുമുലേറ്റ് ഇൻ ദ ഹെയർ. ഏതൊക്കെയാണ് രണ്ട് ഓപ്ഷൻസ്? ത്രൂ ദ ഫ്രിക്ഷൻ, ത്രൂ ദ കോണ്ടാക്ട് അല്ലേ, ഉരസൽ വഴി, സമ്പർക്കം വഴി. ഏതാണ് ആൻസർ? ത്രൂ ദ ഫ്രിക്ഷൻ. ആ സ്ലൈഡിൽ കൂടെ ഇങ്ങനെ ഇറങ്ങി വരികയല്ലേ ചെയ്യുന്നത്. ആ കുട്ടി സ്ലൈഡിൽ കൂടെ വരികയല്ലേ ചെയ്യുന്നത് അല്ലേ, സ്ലൈഡിൽ കൂടെ സ്ലൈഡ് ചെയ്താണ് വരുന്നത് അല്ലേ. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ഫ്രിക്ഷനാണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഉരസലാണ് സംഭവിക്കുന്നത് അല്ലേ. ആ കുട്ടി ആ സ്ലൈഡിൽ കൂടെ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് വരികയാണ്. അപ്പോൾ അവിടെ ഉരസൽ അല്ലെങ്കിൽ ഫ്രിക്ഷനാണ് സംഭവിക്കുന്നത് അല്ലേ. അപ്പോൾ അവിടെ ഈ കുട്ടിയുടെ തലമുടി ഇങ്ങനെ ഉയർന്നു നിൽക്കാൻ കാരണം എന്താണ്? ത്രൂ ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഉരസൽ വഴി എന്ന് എഴുതണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ക്യാൻ യു സജസ്റ്റ് എ മെത്തേഡ് ടു ന്യൂട്രലൈസ് ദ ചാർജ്. ഈ ചാർജ് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ചാർജ് നിർവീര്യമാക്കുന്നതിന് ഒരു മാർഗം നിർദ്ദേശിക്കാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ടച്ച് ദ ഗ്രൗണ്ട് ടു ന്യൂട്രലൈസ് ദ ചാർജ്. ഈ ചാർജ് നിർവീര്യമാക്കുന്നതിന് എന്ത് ചെയ്യണം? ഈ കുട്ടി ആ ഗ്രൗണ്ടിൽ ഒന്ന് ടച്ച് ചെയ്താൽ മതി, അല്ലെങ്കിൽ ആ കുട്ടി താഴെ ഭൂമിയിൽ വന്നിട്ട് ജസ്റ്റ് ഒന്ന് എണീച്ച് നിന്നാൽ മതി. എന്താവും? ആ ചാർജ് എന്താവും? ന്യൂട്രലൈസ് ആവും അല്ലെങ്കിൽ നിർവീര്യമാക്കപ്പെടും. അപ്പോൾ ടച്ച് ദ ഗ്രൗണ്ട്, അത് നിർവീര്യമാക്കപ്പെടുന്നതിനുള്ള മാർഗം എന്താണ്? ആ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുക അല്ലെങ്കിൽ നിലത്ത് തൊടുക. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് മെത്തേഡ് ഓഫ് ചാർജിങ് ഒബ്ജക്ട്സ് വിത്തൗട്ട് കോണ്ടാക്ട്. സമ്പർക്കരഹിതമായ വസ്തുക്കളെ ചാർജ് ചെയ്യുന്നതിനുള്ള രീതി ഏതൊക്കെയാണ്? ചാർജിങ് ബൈ ഇൻഡക്ഷൻ അല്ലെങ്കിൽ പ്രേരണം മുഖേനയുള്ള ചാർജിങ്. നമ്മൾ 3 തരത്തിലുള്ള ചാർജിങ് മെത്തേഡ്സ് ആണ് പഠിച്ചത്. ഏതൊക്കെയാണ് ആ 3 തരത്തിലുള്ള ചാർജിങ് മെത്തേഡ്സ്? ചാർജിങ് ബൈ റബ്ബിംഗ്, ഉരസൽ മുഖേനയുള്ള ചാർജിങ്. ചാർജിങ് ബൈ കണ്ടക്ഷൻ, സമ്പർക്കം മുഖേനയുള്ള ചാർജിങ്. ചാർജിങ് ബൈ ഇൻഡക്ഷൻ, പ്രേരണം മുഖേനയുള്ള ചാർജിങ്. ഇങ്ങനെ 3 തരത്തിലുള്ള ചാർജിങ് മെത്തേഡ്സ് ആണ്, അല്ലെങ്കിൽ 3 രീതിയിലാണ് നമുക്ക് വൈദ്യുതീകരണം നടത്താൻ പറ്റുന്നത്. അതിൽ ആദ്യത്തെ 2 അതായത് ചാർജിങ് ബൈ റബ്ബിംഗ്, പിന്നെ ചാർജിങ് ബൈ കണ്ടക്ഷൻ. ചാർജിങ് ബൈ റബ്ബിംഗ് എന്ന് വെച്ചാൽ ഉരസൽ മുഖേനയുള്ള ചാർജിങ്. ചാർജിങ് ബൈ കണ്ടക്ഷൻ എന്ന് വെച്ചാൽ സമ്പർക്കം മുഖേനയുള്ള ചാർജിങ്. ഈ 2 മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? ദ മെത്തേഡ് ഓഫ് ചാർജിങ് ഒബ്ജക്ട്സ് വിത്ത് കോണ്ടാക്ട് അല്ലേ, സമ്പർക്കം മുഖേന നമുക്ക് വസ്തുക്കളെ ചാർജ് ചെയ്യാൻ പറ്റുന്ന 2 മെത്തേഡ്സ് ആണ്. അപ്പോൾ സമ്പർക്കം മുഖേന വസ്തുക്കളെ ചാർജ് ചെയ്യുന്നതിനുള്ള 2 രീതികളാണ് ചാർജിങ് ബൈ റബ്ബിങ്ങും ചാർജിങ് ബൈ കണ്ടക്ഷനും, അല്ലെങ്കിൽ ഉരസൽ മുഖേന ഉള്ള ചാർജിങ്ങും സമ്പർക്കം മുഖേനയുള്ള ചാർജിങ്. എന്നാൽ ദ മെത്തേഡ് ഓഫ് ചാർജിങ് ഒബ്ജക്ട്സ് വിത്തൗട്ട് കോണ്ടാക്ട്, സമ്പർക്കം മുഖേന അല്ലാതെ അല്ലെങ്കിൽ സമ്പർക്കരഹിതമായിട്ട് വസ്തുക്കളെ ചാർജ് ചെയ്യുന്നുള്ള രീതി ഒരെണ്ണേ ഉള്ളൂ. അതിൻ്റെ ആൻസറാണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ അല്ലെങ്കിൽ പ്രേരണം മുഖേനയുള്ള ചാർജിങ്. മനസ്സിലായോ നിങ്ങൾക്ക്? ഈ 3 രീതിയിൽ നമുക്ക് ചാർജ് ചെയ്യാന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിൻ്റെ അകത്ത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലുക്ക് അറ്റ് ദ പിക്ചർ ഓഫ് എ നെഗറ്റീവ്ലി ചാർജ്ഡ് റോഡ് being brought near a metal sphere fixed on an insulator stand. What will happen here? Write the inference and its reasons. അതായത് ഒരു ഇൻസുലേറ്റർ സ്റ്റാൻഡിൽ ഉറപ്പിച്ച ലോഹഗോളത്തിനടുത്തേക്ക് ഒരു നെഗറ്റീവ് ചാർജുള്ള റോഡ് കൊണ്ടുവരുന്നു. കണ്ടോ ചിത്രം? ചിത്രം നോക്കിയോ നിങ്ങൾ ചിത്രം? ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇൻഫറൻസും പിന്നെ അതിൻ്റെ റീസണും അല്ലേ, അതിൻ്റെ നിഗമനവും അതിൻ്റെ കാരണവും നമ്മൾ എഴുതണം. അപ്പോൾ നോക്ക്, ഇവിടെ ഒരു ഇൻസുലേറ്റർ സ്റ്റാൻഡ് ഉണ്ട്, അതിൻ്റെ അകത്തൊരു മെറ്റൽ സ്ഫിയർ ഉണ്ട്. ആ മെറ്റൽ സ്ഫിയറിൻ്റെ ചാർജ് നിങ്ങൾ കാണുന്നുണ്ടോ?
ഇനി അതിൻ്റെ അടുത്തോട്ട് ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് അയൺ റോഡ് കൊണ്ടുവരികയാണ്. നെഗറ്റീവ്ലി ചാർജിലുള്ള ഒരു മെറ്റൽ റോഡ് അല്ലേ, ഒരു റോഡെന്ന് പറഞ്ഞിട്ടുള്ളൂ. നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു റോഡെന്ന് വെച്ചാൽ ദണ്ട് അല്ലേ, ഒരു ദണ്ട് കൊണ്ടുവരുവാണ്. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നോക്കിയോളൂ ആൻസർ. വെൻ എ നെഗറ്റീവ്ലി ചാർജ്ഡ് റോഡ് ഈസ് ബ്രോട്ട് നിയർ ദ മെറ്റൽ സ്ഫിയർ. മെറ്റൽ സ്ഫിയറിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് റോഡ് കൊണ്ടുവന്നാൽ, ഇവിടെ ടച്ച് ഒന്നും ചെയ്യുന്നില്ല, വെറുതെ ജസ്റ്റ് അടുത്തോട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നതേ ഉള്ളൂ. എന്താ സംഭവിക്കുന്നത്? റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജസ് ടേക്സ് പ്ലേസ് ഇൻ ദ മെറ്റൽ സ്ഫിയർ. മെറ്റൽ സ്ഫിയറിൽ അല്ലെ ആ ലോഹഗോളത്തിൽ ഒരു ചാർജിൻ്റെ ഒരു റീഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നു. ചാർജിൻ്റെ ഒരു റീഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ പുനഃക്രമീകരണം, ഒരു പുനഃക്രമീകരണം നടക്കുന്നു. ചാർജിൻ്റെ ഒരു പുനഃക്രമീകരണം നടക്കുന്നത്. അതായത് നമുക്കറിയാം ലൈക്ക് ചാർജസ് എന്ന് പറയുമ്പോൾ എപ്പോഴും റിപ്പൽ ചെയ്യും, അൺലൈക്ക് ചാർജസ് എപ്പോഴും അട്രാക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ ആ റോഡിൻ്റെ ചാർജ് നെഗറ്റീവാണ്. അപ്പോൾ ആ മെറ്റൽ സ്ഫിയറിൻ്റെ അകത്തുള്ള ചാർജിൽ പോസിറ്റീവ് ചാർജ് എല്ലാം ആ റോഡ് നിൽക്കുന്ന എവിടെയാണോ അതിൻ്റെ അടുത്തേക്ക് വരുന്നു അല്ലേ. അപ്പോൾ അവിടെ എന്താണ്, ഒരു റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജ് ടേക്സ് പ്ലേസ് അല്ലേ, ഒരു ചാർജിൻ്റെ ഒരു റീഡിസ്ട്രിബ്യൂഷനാണ് അവിടെ നടക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ വെൻ എ നെഗറ്റീവ്ലി ചാർജ്ഡ് റോഡ് ഈസ് ബ്രോട്ട് നിയർ ദ മെറ്റൽ സ്ഫിയർ. മെറ്റൽ സ്ഫിയറിൻ്റെ അടുത്തേക്ക് ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള റോഡ് കൊണ്ടുവന്നാൽ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജസ് ടേക്സ് പ്ലേസ്. ചാർജിൻ്റെ റീഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ പുനഃക്രമീകരണം നടക്കുന്നു. എവിടെ? ഇൻ ദ മെറ്റൽ സ്ഫിയറിൽ. ഓക്കെ ആണല്ലോ. ഇൻസുലേറ്റർ സ്റ്റാൻഡിൽ ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന ലോഹഗോളത്തിനടുത്തേക്ക് നെഗറ്റീവ് ചാർജുള്ള റോഡ് കൊണ്ടുവരുമ്പോൾ ലോഹഗോളത്തിൽ ചാർജുകളുടെ പുനഃക്രമീകരണം നടക്കുന്നു. ഇനി അതിൻ്റെ റീസൺ, അതാണ് നമ്മുടെ ഇൻഫറൻസ് എന്ന് പറയുന്നത്, നിഗമനം. ഇനി അതിൻ്റെ റീസൺ ആണ് നമ്മൾ അല്ലേ, അതിൻ്റെ കാരണം എന്താണ്? ദ ഇലക്ട്രോൺസ് ഇൻ ദ മെറ്റൽ സ്ഫിയർ ആർ റിപ്പൾഡ് അവേ ഫ്രം ദ ഗ്ലാസ് റോഡ്. ആ ഗ്ലാസ് റോഡിൽ നിന്ന് അല്ലേ, ഗ്ലാസ് റോഡിൽ നിന്നും ആ മെറ്റൽ സ്ഫിയറിൻ്റെ അകത്തുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? വികർഷിക്കപ്പെടുന്നു, റിപ്പല് ചെയ്യുന്നു. റിപ്പലിൻ്റെ എന്ന് വെച്ചാൽ വികർഷിക്കപ്പെടുന്നു. അപ്പോൾ ദ ഇലക്ട്രോൺസ് ഇൻ ദ മെറ്റൽ സ്ഫിയറിൻ്റെ അകത്തുള്ള ഇലക്ട്രോൺസ് ആർ റിപ്പൽഡ് എവേ, വികർഷിച്ച് ദൂരേക്ക് പോകുന്നു. ഫ്രം ദ ഗ്ലാസ് റോഡ്. എവിടെ നിന്ന്? ഫ്രം ദ ഗ്ലാസ് റോഡിൽ നിന്നും മെറ്റൽ സ്ഫിയറിൻ്റെ അകത്തുള്ള ഇലക്ട്രോൺസ് വികർഷിക്കപ്പെട്ട് ദൂരേക്ക് മാറുന്നു അല്ലേ. കാരണം നോക്കുള്ളൂ, ലോഹഗോളത്തിലെ ഇലക്ട്രോണുകൾ ഗ്ലാസ് റോഡിൽ നിന്ന് അകലേക്ക് വികർഷിക്കപ്പെടുന്നു. ഇതാണ് ആൻസർ. ഇനി ആ മെറ്റൽ സ്ഫിയറിൽ നിന്ന് ഇലക്ട്രോൺസ് റിപ്പൽ ചെയ്യാനുള്ള കാരണം എന്താണ്? മെറ്റൽ സ്ഫിയറിലെ ഇലക്ട്രോൺസ് ആ ഗ്ലാസ് റോഡിൽ നിന്ന് റിപ്പൽ ചെയ്ത് ദൂരേക്ക് മാറിപ്പോകാനുള്ള കാരണം എന്താണ്? നമ്മുടെ ഗ്ലാസ് റോഡിൻ്റെ അകത്തുള്ളത് ഏത് ചാർജാണ്? നെഗറ്റീവ് ചാർജാണ്. മെറ്റൽ സ്ഫിയറിൻ്റെ അകത്ത് പോസിറ്റീവ് ചാർജും ഉണ്ട് നെഗറ്റീവ് ചാർജും ഉണ്ട്, അങ്ങനെ ന്യൂട്രലായിട്ടിരിക്കുന്ന ഒരു വസ്തുവാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ മെറ്റൽ സ്ഫിയറിൻ്റെ ഈ ഗ്ലാസ് റോഡിൻ്റെ നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് മെറ്റൽ സ്ഫിയറിൻ്റെ അകത്തുള്ള പോസിറ്റീവ് ചാർജ് ഗ്ലാസ് റോഡിൻ്റെ അടുത്തേക്ക് നീങ്ങി വരണം. കാരണം നമുക്കറിയാം അൺലൈക്ക് ചാർജസ് എപ്പോഴും എന്ത് ചെയ്യുന്നു? അട്രാക്ട് ചെയ്യുന്നു. ലൈക്ക് ചാർജസ് റിപ്പൽ ചെയ്യുന്നു. ഒരേപോലത്തെ ചാർജുകൾ എപ്പോഴും വികർഷിക്കുന്നു, വ്യത്യസ്ത ചാർജുകളാണ് ആകർഷിക്കപ്പെടുന്നത്. അപ്പോൾ ഗ്ലാസ് റോഡിലുള്ള നെഗറ്റീവ് ചാർജിലോട്ട് ആകർഷിക്കപ്പെടാൻ ചാൻസ് ഉള്ള ചാർജ് ഏതാണ്? പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ ആ മെറ്റൽ സ്ഫിയറിൻ്റെ അകത്തുള്ള പോസിറ്റീവ് ചാർജ് ഗ്ലാസ് റോഡിൻ്റെ അടുത്തേക്ക് നീങ്ങി വരുന്നു. എന്നാൽ മെറ്റൽ സ്ഫിയറിൻ്റെ അകത്തുള്ള നെഗറ്റീവ് ചാർജ് ഗ്ലാസ് റോഡിൽ നിന്നും വികർഷിക്കപ്പെട്ട് ദൂരേക്ക് മാറിപ്പോകുന്നു. ഇനി ആ 47ാമത്തെ ക്വസ്റ്റ്യനിൽ ബി ക്വസ്റ്റ്യൻ ആണേ. നോക്കിയോളൂ. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദ മെറ്റൽ സ്ഫിയർ ഈസ് എർത്ത്? റൈറ്റ് ദ കൺക്ലൂഷൻ ആൻഡ് റീസൺ. ലോഹഗോളത്തെ നമ്മൾ എർത്ത് ചെയ്താൽ അതിന് എന്ത് സംഭവിക്കും? അതിൻ്റെ നിഗമനവും കാരണവും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിയോളൂ ആൻസർ. ദ മെറ്റൽ സ്ഫിയർ ടെമ്പററിലി ഗെയിൻസ് പോസിറ്റീവ് ചാർജ്. ഇതിനെ എർത്ത് ചെയ്യുമ്പോൾ, ആ മെറ്റൽ സ്ഫിയറിനെ നമ്മൾ എർത്ത് ചെയ്യുന്ന സമയത്ത്, എർത്ത് ചെയ്യുന്ന ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ മെറ്റൽ സ്ഫിയർ നമ്മൾ എർത്ത് ചെയ്യുന്ന സമയത്ത് ആ മെറ്റൽ സ്ഫിയറിന് ടെമ്പററി ആയിട്ട് താൽക്കാലികമായിട്ട് ഒരു പോസിറ്റീവ് ചാർജ് ലഭിക്കുന്നു. മെറ്റൽ സ്ഫിയർ എർത്ത് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? മെറ്റൽ സ്ഫിയറിലുള്ള ഇലക്ട്രോൺസ് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു? ഭൂമിയിലേക്ക്, എർത്തിലേക്ക് ട്രാൻസ്ഫർ ആവുന്നു അല്ലേ. അപ്പം മെറ്റൽ സ്ഫിയറിന് എന്ത് കിട്ടുന്നു? മെറ്റൽ സ്ഫിയറിന് പോസിറ്റീവ് ചാർജ് കിട്ടുന്നു. അങ്ങനെ മെറ്റൽ സ്ഫിയർ പോസിറ്റീവ്ലി ചാർജ്ഡ് കമ്പോണൻ്റായി മാറുന്നു. മനസ്സിലായോ? അപ്പോൾ ദ മെറ്റൽ സ്ഫിയർ ടെമ്പററി ഗെയിൻസ് എ പോസിറ്റീവ് ചാർജ്. മെറ്റൽ സ്ഫിയറിന് ടെമ്പററി ആയിട്ട് ഒരു പോസിറ്റീവ് ചാർജ് ലഭ്യമാകുന്നു എർത്ത് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണ്? ദ മെറ്റൽ സ്ഫിയർ ഗെയിൻഡ് എ പോസിറ്റീവ് ചാർജ് ബിക്കോസ് ഇറ്റ് ലോസ്റ്റ് ഇലക്ട്രോൺസ് ഡ്യൂ ടു എർത്തിങ്. എർത്തിങ്ങിലൂടെ ഈ മെറ്റൽ സ്ഫിയറിന് അതിൻ്റെ ഇലക്ട്രോൺസിന് എന്ത് ചെയ്യുന്നു? നഷ്ടപ്പെടുന്നു അല്ലേ. എർത്തിങ് നടത്തുമ്പോൾ മെറ്റൽ സ്ഫിയറിന് അതിൻ്റെ ഇലക്ട്രോൺസ് നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് അതിനെന്ത് കിട്ടുന്നത്? പോസിറ്റീവ് ചാർജ് ലഭിക്കുന്നത്. മനസ്സിലായോ?
മലയാളം മീഡിയം നോക്കിയോളൂ. ലോഹഗോളം എർത്ത് ചെയ്യുമ്പോൾ അതിന് താൽക്കാലികമായി പോസിറ്റീവ് ചാർജ് ലഭിക്കുന്നു. എന്തുകൊണ്ടാണ്? ലോഹഗോളത്തിലെ ഇലക്ട്രോണുകൾ എർത്തിങ് ചെയ്തതിനാൽ നഷ്ടപ്പെടുന്നു. അതിനാലാണ് അതിന് പോസിറ്റീവ് ചാർജ് ലഭിച്ചത്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, 47ാമത്തെ സി ക്വസ്റ്റ്യൻ നോക്കിയോളൂ. വാട്ട് വുഡ് ഹാപ്പൻ ഇഫ് ദ എർത്തിങ് വാസ് റിമൂവ്ഡ് ഫ്രം ദ മെറ്റൽ സ്ഫിയർ ആൻഡ് ദ ചാർജ്ഡ് റോഡ് വാസ് ഓൾസോ റിമൂവ്ഡ്? അതായത് ലോഹഗോളത്തിൽ നിന്ന് എർത്തിങ് നീക്കം ചെയ്തു, ചാർജ് ചെയ്ത റോഡ് നീക്കം ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന്. എന്ത് സംഭവിക്കും? ആ മെറ്റൽ സ്ഫിയറിന് എന്താണ് സംഭവിക്കുന്നത്? ഇത് രണ്ടും നീക്കം ചെയ്ത ഫിഗർ ഇവിടെ തന്നിട്ടുണ്ട്, എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായല്ലോ. വെൻ റിമൂവ് എർത്തിങ് ആൻഡ് ദെൻ ദ ചാർജ്ഡ് റോഡ്. നമ്മൾ എർത്തിങ്ങും ചാർജ്ഡ് റോഡ് റിമൂവ് ചെയ്യുമ്പോൾ ദ മെറ്റൽ സ്ഫിയർ അക്യോ എ പോസിറ്റീവ് ചാർജ്. മെറ്റൽ സ്ഫിയറിന് എന്ത് ലഭിക്കുന്നു? ഒരു പോസിറ്റീവ് ചാർജ് ലഭിക്കുന്നു. മെറ്റൽ സ്ഫിയർ അക്യൂർ എ പോസിറ്റീവ് ചാർജ്. മെറ്റൽ സ്ഫിയറിന് ഒരു പോസിറ്റീവ് ചാർജ് ലഭിക്കുന്നു. എർത്തിങ്ങും നീക്കം ചെയ്ത് ചാർജ് ചെയ്ത റോഡ് ഒഴിവാക്കിയാൽ ലോഹഗോളത്തിന് പോസിറ്റീവ് ചാർജ് ലഭിക്കുന്നു. അത് ആ ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അടുത്ത 48ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയോളൂ. വാട്ട് ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ? എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ അല്ലെങ്കിൽ സ്ഥിത വൈദ്യുത പ്രേരണം? നോക്കിയോളൂ. ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ ഇസ് ദ പ്രോസസ് ഇൻ വിച്ച് എ ചാർജ്ഡ് ഒബ്ജക്ട് causes a redistribution of charges in a nearby neutral object without touching it. അതായത് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് ഇസ് ദ പ്രോസസ്. ഈ പ്രോസസ്സ് ഇതിവിടെ എന്താ സംഭവിക്കുന്നത്? എ ചാർജ്ഡ് ഒബ്ജക്ട് കോസസ് എ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജസ് ഇൻ എ നിയർ ബൈ ന്യൂട്രൽ ഒബ്ജക്റ്റ്. ഒരു ചാർജ്ഡ് ഒബ്ജക്റ്റ് നമ്മൾ എടുക്കുന്നു, അത് അടുത്തുള്ള ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ന്യൂട്രൽ ആയിട്ടുള്ള ഒബ്ജക്റ്റിൻ്റെ അകത്ത് ഒരു റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജ് നടക്കുന്നു. എന്താണ് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജ് എന്ന് വെച്ചാൽ? എന്താണ്? പുനഃക്രമീകരണം, ചാർജുകളുടെ ഒരു പുനഃക്രമീകരണം നടക്കുന്നു. വിത്തൗട്ട് ടച്ചിങ് ഇറ്റ്. അതായത് ഈ പറയുന്ന ചാർജ്ഡ് ഒബ്ജക്റ്റ് മറ്റൊരു ന്യൂട്രൽ ഒബ്ജക്റ്റുമായിട്ട് എന്ത് ചെയ്യുന്നില്ല? ടച്ച് ചെയ്യുന്നേ ഇല്ല. അങ്ങനെ ടച്ച് ചെയ്യാതെ തന്നെ ആ ന്യൂട്രൽ ഒബ്ജക്റ്റിൻ്റെ അടുത്തേക്ക് ഒരു ചാർജ്ഡ് ഒബ്ജക്റ്റ് കൊണ്ടുവരുമ്പോൾ ഈ ന്യൂട്രൽ ഒബ്ജക്റ്റിൽ ഒരു റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജസ് നടക്കുന്നു, അല്ലേ? ചാർജിൻ്റെ ഒരു റീഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നു. ഇതിനെയാണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം അതിൻ്റെ അകത്ത് ഈ മെറ്റൽ സ്ഫിയർ എന്ന് പറയുന്നത് ഒരു ന്യൂട്രൽ ഒബ്ജക്റ്റ് ആണ്. അതിൻ്റെ അടുത്തോട്ട് കൊണ്ടുവന്നത് ചാർജ്ഡ് റോഡാണ്, നെഗറ്റീവ്ലി ചാർജ്ഡ് റോഡാണ്. അപ്പോൾ ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് റോഡ് ന്യൂട്രൽ ഒബ്ജക്റ്റായ മെറ്റൽ സ്ഫിയറിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ മെറ്റൽ സ്ഫിയർ ഒരു ചാർജിൻ്റെ ഒരു റീഡിസ്ട്രിബ്യൂഷൻ അവിടെ നടത്തി. കണ്ടോ? ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ്റെ മലയാളം സ്ഥിത വൈദ്യുത പ്രേരണം എന്നാണ്. എന്താണ്? ചാർജ് ചെയ്ത ഒരു വസ്തുവിൻ്റെ സാന്നിധ്യം മൂലം അവിടെ ടച്ചിങ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു സാന്നിധ്യം മാത്രമേ ഉള്ളൂ, അതിൻ്റെ അടുത്തോട്ട് കൊണ്ടുവരുന്നതേ ഉള്ളൂ. സാന്നിധ്യം മൂലം അതിനടുത്തുള്ള ഒരു വസ്തുവിൽ അല്ലെങ്കിൽ ഈ ന്യൂട്രൽ വസ്തുവിൽ, അല്ലെ, നിർവീര്യമായ വസ്തുവിൽ ചാർജുകളുടെ ഒരു പുനഃക്രമീകരണം നടത്തപ്പെടുന്നു. ഇതിനെ സ്ഥിത വൈദ്യുത പ്രേരണം എന്ന് പറയുന്നു. അടുത്തത് വാട്ട് ഈസ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ? അല്ലേ, മൂന്നാമത്തെ ചാർജിങ് മെത്തേഡാണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ അല്ലെങ്കിൽ പ്രേരണം മുഖേനയുള്ള ചാർജിങ്. അതായത് വിത്തൗട്ട് കോണ്ടാക്റ്റ്, സമ്പർക്കരഹിതമായിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ കഴിയുന്ന ഒരു രീതിയാണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ അല്ലെങ്കിൽ പ്രേരണം മുഖേനയുള്ള ചാർജിങ് എന്ന് പറയുന്നത്. നോക്കിയോളൂ. ചാർജിങ് ബൈ ഇൻഡക്ഷൻ ഇസ് ദ മെത്തേഡ് ഓഫ് ചാർജിങ് ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിനെ ചാർജ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. എങ്ങനെയാണ്? വിത്തൗട്ട് ഡയറക്റ്റ് ഫിസിക്കൽ കോണ്ടാക്ട് ഓഫ് എ ചാർജ്ഡ് ഒബ്ജക്റ്റ്. ചാർജ്ഡ് ഒബ്ജക്റ്റുമായിട്ട് സമ്പർക്കരഹിതമായിട്ട്, അല്ലെ, ഡയറക്റ്റ് ആയിട്ടുള്ള ഫിസിക്കൽ കോണ്ടാക്ട് ഇല്ലാതെ തന്നെ ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് എന്തെന്ന് പറയുന്നത്? ചാർജിങ് ബൈ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. എന്താണ് പ്രേരണം മുഖേനയുള്ള ചാർജിങ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ചാർജുള്ള ഒരു വസ്തുവിൻ്റെ പ്രേരണയാൽ സമ്പർക്കരഹിതമായി മറ്റൊരു വസ്തുവിനെ ചാർജ് ചെയ്യുന്ന രീതിയാണ് പ്രേരണം മുഖേനയുള്ള ചാർജിങ്. അടുത്ത 50ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയോളൂ. വസ്തുക്കളുടെ ചാർജ് കണ്ടെത്തുന്നതിനും അളക്കുന്നതിനും കഴിയുന്ന ഉപകരണം. ഒരു വസ്തുവിൻ്റെ ചാർജ് കണ്ടെത്തുന്നതിനും ആ ചാർജ് അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണെന്ന്. നെയിം ദ ഡിവൈസ് വിച്ച് ക്യാൻ ഡിറ്റക്ട് ആൻഡ് മെഷർ ദ ചാർജ് ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഏതാണ്? ഇലക്ട്രോസ്കോപ്പ്. ഏതാണ് പേര്? ഇലക്ട്രോസ്കോപ്പ്, അല്ലേ? ഒരു വസ്തുവിൻ്റെ ചാർജ് നമ്മൾ കണ്ടെത്താനുള്ള ഉപകരണത്തിൻ്റെ പേരാണ് ഇലക്ട്രോസ്കോപ്പ്. നോക്കിയോളൂ. ലുക്ക് അറ്റ് ദ ഇമേജ് ആൻഡ് റൈറ്റ് ഡൗൺ ദ പാർട്സ് ഓഫ് ആൻ ഇലക്ട്രോസ്കോപ്പ്. ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഈ ഫിഗർ നോക്കിയിട്ട് ഇലക്ട്രോസ്കോപ്പിൻ്റെ ഭാഗങ്ങൾ ഏതെല്ലാമാണെന്ന് എഴുതണം. ഏതൊക്കെയാണ്? ഫിഗറിൽ തന്നെ എല്ലാം തന്നിട്ടുണ്ട്. ഒരു മെറ്റൽ സ്ഫിയർ ഉണ്ട്, ഗ്ലാസ് ജാറുണ്ട്, മെറ്റാലിക് കണ്ടക്ടർ അല്ലെങ്കിൽ ലോഹ ചാലകമുണ്ട്, ഗോൾഡൻ ലീവ്സ് അല്ലെങ്കിൽ സ്വർണ്ണദളങ്ങൾ. ഇത്രയാണ് ഒരു ഏതിൻ്റെ ഇലക്ട്രോസ്കോപ്പിൻ്റെ പാർട്സ് എന്ന് പറയുന്നത്. അടുത്ത ഹൗ ടു മേക്ക് ആൻ ഇലക്ട്രോസ്കോപ്പ്. ഒരു ഇലക്ട്രോസ്കോപ്പ് നമുക്ക് എങ്ങനെ നിർമ്മിക്കാം?
To make an electroscope, a transparent plastic bottle, copper wire, cork and aluminum foil are needed. നമുക്കൊരു ഇലക്ട്രോസ്കോപ്പ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത്? ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽ വേണം, പിന്നെ ഒരു കോപ്പർ വയർ വേണം, പിന്നെ കോർക്ക് വേണം. കോർക്ക് അറിയാലോ, നമ്മൾ ഈ കുപ്പിയൊക്കെ അടയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംഗതിയാണ് കോർക്ക് എന്ന് പറയുന്നത്. കോർക്ക് വേണം, പിന്നെ അലുമിനിയം ഫോയിൽ വേണം. അലുമിനിയം ഫോയിൽ വേണം. ഇത്രയാണ് നമുക്ക് വേണ്ടത്. മേക്ക് എ സ്മോൾ ഹോൾ ഇൻ ദ സെൻറ്റർ ഓഫ് ദ കോർക്കിൻ്റെ നടുക്ക് ആയിട്ട്, അല്ലേ, സെൻറ്ററിൽ നമ്മളൊരു ചെറിയ ഹോൾ ഇടുക. ഇൻസെർട്ട് എ പാർട്ട് ഓഫ് എ സ്ട്രോ ത്രൂ ദ ഹോൾ ആൻഡ് സെക്യൂർ ഇറ്റ്. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നമ്മൾ ഒരു സ്ട്രോ എടുക്കണം. ആ സ്ട്രോയുടെ കുറച്ച് ഭാഗം, അതിൻ്റെ കുറച്ച് ഭാഗം ഈ കോർക്കിൽ നമ്മളൊരു ഹോൾ ഉണ്ടാക്കിയില്ലേ, ആ ഹോളിൽ കൂടി കടത്തുക. എന്നിട്ട് അതിനെ എന്ത് ചെയ്യണം? സെക്യൂർ ചെയ്യുക, അതിനെ ഉറപ്പിക്കുക. അടുത്ത എന്താണ്? പാസ് ദ കോപ്പർ വയർ ത്രൂ ഇറ്റ്. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മളൊരു കോപ്പർ വയർ എടുക്കണം. ഈ കോപ്പർ വയർ സ്ട്രോയിലൂടെ എന്ത് ചെയ്യണം? കടത്തുക, അതിൻ്റെ അകത്തൂടെ കടത്തുക. എന്നിട്ട് എന്താ ചെയ്യാനുള്ളത്? മേക്ക് എ വി ഷേപ്പ് അറ്റ് ദ എൻഡ് ഓഫ് ദ കോപ്പർ വയർ. കോപ്പർ വയറിൻ്റെ ഒരറ്റത്ത് നമ്മളൊരു വി ഷേപ്പ് ഉണ്ടാക്കണം. ആൻഡ് അറ്റാച്ച് 2 സ്മാൾ പീസസ് ഓഫ് അലുമിനിയം ഫോയിൽ ടു ഇറ്റ്. എന്നിട്ട് 2 അലുമിനിയം ഫോയിൽ എടുത്തിട്ട് ആ 2 അലുമിനിയം ഫോയിൽ വി ഷേപ്പല്ലേ ഉണ്ടാക്കിയത്, ആ വി ഷേപ്പിൻ്റെ ഒരു സൈഡിൽ ഒരു അലുമിനിയം ഫോയിൽ, മറ്റേ സൈഡിൽ മറ്റേ അലുമിനിയം ഫോയിൽ, അങ്ങനെ 2 സൈഡിൽ 2 അലുമിനിയം ഫോയിൽ വയ്ക്കുക. ദീസ് ആർ ദ ലീവ്സ് ഓഫ് ദ ഇലക്ട്രോസ്കോപ്പ്. ഈ അലുമിനിയം ഫോയിൽ വെച്ചില്ലേ 2 സൈഡിലായിട്ട് 2 എണ്ണം, അതാണ് ആ ഇലക്ട്രോസ്കോപ്പിൻ്റെ ലീവ്സ്, ദളങ്ങളെന്ന് അറിയപ്പെടുന്നത്. അറ്റ് ദ അതർ എൻഡ് ഓഫ് ദ കോപ്പർ വയർ സ്റ്റിക്ക് എ ബോൾ ഓഫ് അലുമിനിയം ഫോയിൽ. എന്നിട്ട് എന്ത് ചെയ്യണം? ആ കോപ്പർ വയറിൻ്റെ മറ്റേ ഭാഗത്ത് എന്ന് പറയുമ്പം അതിൻ്റെ മുകൾ ഭാഗത്ത്, ആ കോപ്പർ വയറിൻ്റെ കുപ്പിയുടെയൊക്കെ മുകൾ ഭാഗത്ത് എന്ത് ചെയ്യണം? സ്റ്റിക്ക് എ ബോൾ ഓഫ് അലുമിനിയം ഫോയിൽ. അലുമിനിയം ഫോയിലിൻ്റെ ഒരു ഫോയിൽ എടുത്തിട്ട് അതിനൊരു ബോൾ പോലെ ആക്കിയിട്ട് അതിനെന്ത് ചെയ്യണം? സ്റ്റിക്ക് ചെയ്യണം, അതിൻ്റെ അകത്ത് ഒട്ടിച്ചു വയ്ക്കുക. ക്ലോസ് ദ ബോട്ടിൽ വിത്ത് ദ കോർക്ക്. എന്നിട്ട് ഈ ബോട്ടിലിന് എന്ത് ചെയ്യണം? കോർക്ക് ഉപയോഗിച്ച് ക്ലോസ് ചെയ്യുക, നന്നായിട്ട് മുറുക്കി അടയ്ക്കുക. ഇതാണ് നമ്മുടെ ഇലക്ട്രോസ്കോപ്പിൻ്റെ ഫിഗർ എന്ന് പറയുന്നത്. ട്രാൻസ്പാരൻറ്റ് ബോട്ടിലുണ്ടോ, അതിൻ്റെ മുകളിലൊരു കോർക്ക് ഉണ്ടോ, ആ കോർക്കിൻ്റെ നടുക്കൂടിയാണ് എന്തുണ്ടാക്കിയേക്കുന്നത്? ഒരു ഹോൾ ഉണ്ടാക്കിയേക്കുന്നത്. എന്നിട്ട് അതിൽ കൂടി നമ്മളൊരു കോപ്പർ വയർ ഇട്ടു. ആ കോപ്പർ വയറിൻ്റെ താഴെ വി ഷേപ്പ് ആക്കി, അതായത് ആ ബോട്ടിലിൻ്റെ അകത്തെ പോർഷനിൽ വി ഷേപ്പ് ആക്കിയിട്ട് വി ഷേപ്പിൻ്റെ ഒരു പോർഷനിൽ ഒരു അലുമിനിയം ഫോയിൽ, അടുത്ത പോർഷനിൽ മറ്റൊരു അലുമിനിയം ഫോയിൽ നമ്മൾ എന്ത് ചെയ്തു? സ്റ്റിക്ക് ചെയ്തു, അല്ലേ, ഒട്ടിച്ചു. എന്നിട്ട് ആ കോപ്പർ വയറിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്തു? അലുമിനിയം ഫോയിൽ ഒരു ബോൾ പോലെ ആക്കിയിട്ട് അത് സ്റ്റിക്ക് ചെയ്ത് വെച്ചു. ഇതാണ് നമ്മുടെ ഇലക്ട്രോസ്കോപ്പിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. മലയാളം മീഡിയം നോക്കിയുള്ളൂ. ഒരു ഇലക്ട്രോസ്കോപ്പ് എങ്ങനെ നിർമ്മിക്കാം? സുതാര്യമായ ഒരു പ്ലാസ്റ്റിക് കുപ്പി, ചെമ്പ് കമ്പി, കോർക്ക്, അലുമിനിയം ഫോയിൽ എന്നിവയാണ് ഒരു ഇലക്ട്രോസ്കോപ്പ് നിർമ്മിക്കാൻ ആവശ്യമായ വസ്തുക്കൾ. കോർക്കിന്റെ മധ്യഭാഗത്ത് ഒരു ചെറിയ ദൂരമിടുക. ഒരു സ്ട്രോയുടെ കുറച്ചു ഭാഗം ദൂരത്തിലൂടെ കടത്തി ഉറപ്പിക്കുക. സ്ട്രോയിലൂടെ ചെമ്പ് കമ്പി കടത്തുക. ഇതിന്റെ ഒരറ്റം വി ആകൃതിയിൽ വളച്ച് 2 ചെറിയ അലുമിനിയം ഫോയിൽ കഷ്ണങ്ങൾ കൊളുത്തിയിടുക. ഇവയാണ് ഇലക്ട്രോസ്കോപ്പിന്റെ ദളങ്ങൾ എന്നറിയപ്പെടുന്നത്. ചെമ്പ് കമ്പിയുടെ മറ്റേ അറ്റത്ത് അലുമിനിയം ഫോയിൽ ഒരു പന്ത് പോലെ ഒട്ടിക്കുക. കുപ്പി കോർക്ക് കൊണ്ട് അടയ്ക്കുക. ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തത് വാട്ട് ഹാപ്പൻസ് വെൻ ആൻ ഇലക്ട്രിക്കലി ചാർജ്ഡ് ഒബ്ജക്റ്റ് ആൻഡ് എ ന്യൂട്രൽ ഒബ്ജക്റ്റ് ആർ ബ്രോട്ട് നിയർ ദ മെറ്റൽ സ്ഫിയർ ഓഫ് ആൻ ഇലക്ട്രോസ്കോപ്പ്. ഇലക്ട്രോസ്കോപ്പിൽ ഒരു മെറ്റൽ സ്ഫിയർ ഉണ്ടായിരിക്കുമല്ലോ. ഒരു ഇലക്ട്രോസ്കോപ്പിലെ മെറ്റൽ സ്ഫിയറിൻ്റെ അടുത്തേക്ക് നമ്മൾ ഒരു ന്യൂട്രൽ ഒബ്ജക്റ്റും പിന്നെ ഒരു ഇലക്ട്രിക്കലി ചാർജ്ഡ് ഒബ്ജക്റ്റും കൊണ്ടുവന്നാൽ അതിനെന്ത് സംഭവിക്കുമെന്ന് നമുക്ക് മലയാളം മീഡിയം ക്വസ്റ്റ്യൻ. വൈദ്യുത ചാർജുള്ള ഒരു വസ്തുവും ന്യൂട്രൽ വസ്തുവും ഇലക്ട്രോസ്കോപ്പിൻ്റെ ലോഹഗോളത്തിനടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ ലോഹഗോളം അല്ലെങ്കിൽ മെറ്റൽ സ്ഫിയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ നേരത്തെ കാണിച്ചൊരു ഫിഗറില്ലേ, ആ ഫിഗറിൻ്റെ ഏറ്റവും ടോപ്പിലിരിക്കുന്ന കണ്ടോ, അതാണ് ലോഹഗോളം. അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്ത് വെച്ചിട്ടാണ് ഈ ലോഹഗോളം നിർമ്മിച്ചിട്ടുള്ളത്? അലുമിനിയം ഫോയിൽ ഉരുട്ടി ഒരു ബോൾ പോലെ ആക്കിയിട്ടാണ് നമ്മൾ ഈ മെറ്റൽ സ്ഫിയർ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്, അല്ലേ? നമ്മൾ ഇലക്ട്രോസ്കോപ്പ് നിർമ്മിച്ചപ്പോൾ അങ്ങനെയാണ് നിർമ്മിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു ചാർജ്ഡ് ഒബ്ജക്റ്റും ന്യൂട്രൽ ഒബ്ജക്റ്റും ഈ മെറ്റൽ സ്ഫിയറിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കുമെന്ന്? ഇലക്ട്രോസ്കോപ്പിലെ മെറ്റൽ സ്ഫിയറിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നാൽ ആൻസർ നോക്കിയോളൂ. When an electrically charged object is brought near the metal sphere of an electroscope, ഇലക്ട്രോസ്കോപ്പിൻ്റെ മെറ്റൽ സ്ഫിയറിൻ്റെ അടുത്തേക്ക് ഇലക്ട്രിക്കലി ചാർജ്ഡ് ഒബ്ജക്റ്റ്, അല്ലേ, വൈദ്യുതപരമായിട്ട് വൈദ്യുത ചാർജുള്ള ഒരു വസ്തു കൊണ്ടുവന്നാൽ എന്താ സംഭവിക്കുന്നത്? ദ ഡൈവേർജൻസ് ബിറ്റ്വീൻ ഇറ്റ്സ് ലീവ്സ് ചേഞ്ചസ്. ഈ 2 ലീവ്സ് തമ്മിലുള്ള ഡൈവേർജൻസ് എന്ന് വെച്ചാൽ അവ തമ്മിലുള്ള ആ ഡിസ്റ്റൻസ് എന്താവുന്നു? ചേഞ്ച് ആവുന്നു. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ചാർജ്ഡ് ഒബ്ജക്റ്റ് കൊണ്ടുവന്നപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. എന്താണ് സംഭവിച്ചത്? ദ ഡൈവേർജൻസ് ബിറ്റ്വീൻ ഇറ്റ്സ് ലീവ്സ് ചേഞ്ചസ്. ലീവ്സ് തമ്മിലുള്ള ഡൈവേർജൻസ് ചേഞ്ച് ആവുന്നു, അല്ലേ? ലീവ്സ് തമ്മിലുള്ള ഡൈവേർജൻസ് അല്ലെങ്കിൽ ലീവ്സ് തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് ചേഞ്ച് ആവുന്നു. ഇനി
എന്താ പറഞ്ഞിട്ടുള്ളത്? ഹൗ എവർ എ ന്യൂട്രൽ ഒബ്ജക്റ്റ് കോസസ് നോ മൂവ്മെൻറ്റ് ഇൻ ദ ലീവ്സ്. എന്നാൽ നമ്മളൊരു ന്യൂട്രൽ ഒബ്ജക്റ്റാണ് കൊണ്ടുവരുന്നതെങ്കിൽ അത് യാതൊരു തരത്തിലുള്ള മൂവ്മെൻറ്റും നടത്തുന്നില്ല. യാതൊരു തരത്തിലുള്ള ആ ലീവ്സ് ഇരിക്കുന്ന അതേ പൊസിഷനിൽ തന്നെ ഇരിക്കുന്നു. അതിന് യാതൊരു ചേഞ്ചും വരുന്നില്ല. മനസ്സിലായോ? അപ്പോൾ വൈദ്യുത ചാർജുള്ള ഒരു വസ്തുവും ന്യൂട്രൽ വസ്തുവും ഇലക്ട്രോസ്കോപ്പിൻ്റെ ലോഹഗോളത്തിന് സമീപം കൊണ്ടുവരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? എന്താണ് സംഭവിക്കുന്നത്? വൈദ്യുത ചാർജുള്ള ഒരു വസ്തു ഇലക്ട്രോസ്കോപ്പിൻ്റെ ലോഹഗോളത്തിന് സമീപം കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ദളങ്ങൾ തമ്മിലുള്ള അകലം വ്യത്യാസപ്പെടുന്നു. ആ രണ്ട് ദളങ്ങൾ തമ്മിലുള്ള അകലം എന്ത് ചെയ്യുന്നു? വ്യത്യാസപ്പെടുന്നു. എന്നാൽ ന്യൂട്രൽ വസ്തുക്കൾ ദളങ്ങളിൽ യാതൊരുവിധ ചലനവും ഉണ്ടാക്കുന്നില്ല. ന്യൂട്രൽ വസ്തുക്കളാണെങ്കിൽ കൊണ്ടുവന്നാലോ അത് ദളങ്ങളിൽ ഒരു തരത്തിലുള്ള ചലനവും ഉണ്ടാക്കുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയുള്ളൂ. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ബ്രിങ് എ ചാർജ്ഡ് ഗ്ലാസ് റോഡ് നിയർ ദ മെറ്റൽ സ്ഫിയർ ഇൻ ദ ഇലക്ട്രോസ്കോപ്പ്. ഒരു ഇലക്ട്രോസ്കോപ്പിന്റെ മെറ്റൽ സ്ഫിയറിന്റെ അടുത്തേക്ക് നമ്മളൊരു ചാർജ് ചെയ്ത ഒരു ഗ്ലാസ് റോഡ് കൊണ്ടുവരികയാണ്. വാട്ട് ഡു യു ഒബ്സർവ്? വാട്ട് ഈസ് ദ റീസൺ? നമുക്ക് എന്ത് കാണാൻ കഴിയുന്നു? പിന്നെന്താണ് വാട്ട് ഈസ് ദ റീസൺ? എന്താണ് കാരണം? ബ്രിങ് എ ന്യൂട്രൽ ഒബ്ജക്ട് നിയർ ബൈ, ഡു ദ ലീവ്സ് ഡൈവേർജ് നൗ. നമ്മളൊരു ന്യൂട്രൽ ഒബ്ജക്റ്റ് ആണ് ഈ മെറ്റൽ സ്ഫിയറിൻ്റെ ഇലക്ട്രോസ്കോപ്പിലെ മെറ്റൽ സ്ഫിയറിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നതെങ്കിൽ അത് ചാർജ് ഡൈവേർജ് ആകുമോ ഇല്ലയോ? ഇത് രണ്ടുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നേരത്തെ എഴുതിയ അതേ ആൻസർ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പക്ഷേ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്താണ് ഇവിടെ ആൻസർ കൊടുത്തിട്ടുള്ളതെന്ന് മാത്രം. നോക്കിയോളൂ. വെൻ എ നെഗറ്റീവ്ലി ചാർജ്ഡ് ഗ്ലാസ് റോഡ് ഈസ് ബ്രോട്ട് നിയർ ദ മെറ്റൽ സ്ഫിയർ ഓഫ് ആൻ ഇലക്ട്രോസ്കോപ്പ്. ഒരു ഇലക്ട്രോസ്കോപ്പിൻ്റെ മെറ്റൽ സ്ഫിയറിൻ്റെ അടുത്തേക്ക് ഒരു നെഗറ്റീവ്ലി ചാർജ് ചെയ്ത ഗ്ലാസ് റോഡ് കൊണ്ടുവരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ദ മെറ്റൽ ലീവ്സ് ഡൈവേർജ്. മെറ്റൽ ലീവ്സ് എന്ത് ചെയ്യുന്നു? ഡൈവേർജ് ആകുന്നു. മെറ്റൽ ലീവ്സ് ഡൈവേർജ് ആവുക എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ മെറ്റൽ ലീവ്സിൻ്റെ രണ്ട് മെറ്റൽ ലീവ്സിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് വർദ്ധിക്കുന്നു അല്ലേ? അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇനി ഇതിൻ്റെ കാരണമാണ് ഇനി അടുത്ത പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഈസ് ബിക്കോസ് ദ ഇലക്ട്രോൺസ് ഇൻ ദ മെറ്റൽ സ്ഫിയർ ആർ റിപ്പൽഡ് എവേ ഫ്രം ദ മെറ്റൽ സ്ഫിയർ ടു ദ മെറ്റൽ ലീവ്സ്. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോൺസ് ഇൻ ദ മെറ്റൽ സ്ഫിയർ, ആ മെറ്റൽ സ്ഫിയറിൻ്റെ അകത്തുള്ള ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, ആർ റിപ്പൽഡ് എവേ ഫ്രം ദ മെറ്റൽ സ്ഫിയറിൽ നിന്ന് റിപ്പൽ ചെയ്യുന്നു. മെറ്റൽ സ്ഫിയറിൻ്റെ അകത്തുള്ള ആ ഇലക്ട്രോൺസ് ആ മെറ്റൽ സ്ഫിയറിൽ നിന്ന് റിപ്പൽ ചെയ്ത് അതെങ്ങോട്ട് പോകുന്നു? ടു ദ മെറ്റൽ ലീവ്സ്. അതിൻ്റെ താഴെയുള്ള ആ മെറ്റൽ ലീവ്സിലേക്ക് പോകുന്നു. അതിൻ്റെ ഫിഗർ കാണിച്ചു തരാം. ഇതാണ് ആ ഫിഗർ. ഇവിടെ ഈ റെഡ് കളറിൽ കാണിച്ചിട്ടുള്ളത് ഇതാണ് നമ്മുടെ ഗ്ലാസ് റോഡ് എന്ന് പറയുന്നത്. അത് നെഗറ്റീവ്ലി ചാർജഡ് ആണ്. കണ്ടോ? അതിൻ്റെ അകത്ത് നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും അത് നെഗറ്റീവ്ലി ചാർജഡ് ആണ്. ഈ ഗ്ലാസ് റോഡ് ഇതാണ് നമ്മുടെ മെറ്റൽ സ്ഫിയറിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ പോസിറ്റീവ് ചാർജും ഈ സൈഡിലെല്ലാം നെഗറ്റീവ് ചാർജുമാണ് കൊടുത്തേക്കുന്നത്. കാരണം എന്താണ്? ഗ്ലാസ് റോഡിന് നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ പോസിറ്റീവ് ചാർജുള്ള ചാർജ് പാർട്ടിക്കിൾസ് എല്ലാം ഈ സൈഡിലോട്ട് പോകും. ഏത് സൈഡിലോട്ട്? ഈ സൈഡിലോട്ട് പോകും. നെഗറ്റീവ് ചാർജ് എല്ലാം ഈ സൈഡിലോട്ട് പോകും. അതാണ് അവിടെ സംഭവിക്കുന്നത്. എന്നിട്ട് ഈ ഗ്ലാസ് റോഡ് അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഈ മെറ്റൽ സ്ഫിയറിൻ്റെ അകത്തുള്ള നെഗറ്റീവ് ചാർജ് എല്ലാം എന്ത് ചെയ്യും? ഇവിടെ നിന്ന് താഴോട്ട് ഇറങ്ങും. കണ്ടോ? ഇവിടെ ഇങ്ങനെ നെഗറ്റീവ് ചാർജ് ഇറങ്ങിയിട്ട് ഇതിനെയാണ് നമ്മൾ മെറ്റൽ ലീവ്സ് എന്ന് പറയുന്നത്. ഈ മെറ്റൽ ലീവ്സിൽ വരുന്നു. കണ്ടോ? ആ മെറ്റൽ ലീവ്സിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് നെഗറ്റീവ് ചാർജ് എന്ന്. കേട്ടോ? അപ്പോൾ ഈ രണ്ട് മെറ്റൽ ലീവ്സിലോട്ട് ഇങ്ങനെ ഇറങ്ങുന്നു. ഇവിടെ ഈ രണ്ട് മെറ്റൽ ലീവ്സിൽ അപ്പോൾ എന്തായി? നെഗറ്റീവ് ചാർജായി. കണ്ടോ? നെഗറ്റീവ് ചാർജായി. ഓക്കെ ആണല്ലോ? ഇനി ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഈ രണ്ട് മെറ്റൽ ലീവ്സിലുള്ള ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ എന്താണ്? രണ്ടും ലൈക്ക് ചാർജസ് ആണ്, ഒരേപോലത്തെ ചാർജസ് ആണ്. അപ്പോൾ നമുക്കറിയാം ഒരേപോലത്തെ ചാർജസ് അല്ലെങ്കിൽ ലൈക്ക് ചാർജസ് എപ്പോഴും റിപ്പൽ ചെയ്യും. അപ്പോൾ ഈ രണ്ട് മെറ്റൽ സ്ഫിയറിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് വർദ്ധിക്കുന്നു. ഇത് ഒന്നാമത്തെ മെറ്റൽ സ്ഫിയർ, ഇത് രണ്ടാമത്തെ മെറ്റൽ സ്ഫിയർ. ഈ രണ്ട് മെറ്റൽ സ്ഫിയറിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് വർദ്ധിക്കും. അതായത് ഇത് ആദ്യം ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ പിന്നീട് ഈ ചാർജ് ഇങ്ങനെ വരുന്ന സമയത്ത് ഇത് ഇങ്ങോട്ട് മാറും. കണ്ടോ? ഇപ്പോൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് വർദ്ധിച്ചില്ലേ? അപ്പോൾ ഇങ്ങനെ ഇരുന്ന സാധനം ഇങ്ങനെയാവും. കണ്ടോ? അതാണ് അവയ്ക്കുള്ള ഡൈവേർജൻസ് സംഭവിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞില്ലേ? മെറ്റൽ ലീവ്സ് ഡൈവേർജ്ഡ് എന്ന് പറഞ്ഞില്ലേ? ഇതാണ് ഈ ഒരു ഇങ്ങനെ സംഭവിക്കുന്നതിനാണ് നമ്മൾ ഡൈവേർജ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായി? ഇറ്റ് ഈസ് ബിക്കോസ് ദ ഇലക്ട്രോൺസ് ഇൻ ദ മെറ്റൽ സ്ഫിയറിലുള്ള ഇലക്ട്രോൺസ് ആർ റിപ്പൽഡ് എവേ ഫ്രം ദ മെറ്റൽ സ്ഫിയറിൽ നിന്ന് തന്നെ റിപ്പൽ ചെയ്ത് എങ്ങോട്ട് പോകുന്നു? ടു ദ മെറ്റൽ ലീവ്സ്. ആ മെറ്റൽ ലീവ്സിലേക്ക് പോകുന്നു. അതാണ് സംഭവിച്ചത് അവിടെ. ഇനി ആസ് എ റിസൾട്ട്, അതിൻ്റെ ഫലമായിട്ട് അപ്പോൾ ചോദിക്കട്ടെ, മെറ്റൽ സ്ഫിയറിന് ഏത് ചാർജ് കിട്ടും? മെറ്റൽ ലീവ്സിന് ഏത് ചാർജാണ് കിട്ടുന്നത്? നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ? മെറ്റൽ സ്ഫിയറിൽ നിന്ന് ഇലക്ട്രോൺസ് റിപ്പൽ ചെയ്ത് മെറ്റൽ ലീവ്സിലേക്ക് പോകുന്നു. അപ്പോൾ മെറ്റൽ സ്ഫിയറിൻ്റെ ചാർജ് എന്തായി മാറും? പോസിറ്റീവ് ചാർജായി മാറും. മെറ്റൽ ലീവ്സിന്
എന്താ അവിടോട്ട് ഇലക്ട്രോൺസ് വരെയല്ലേ ചെയ്യുന്നത്, അപ്പോൾ അത് നെഗറ്റീവ് ചാർജ് ആവും കേട്ടോ. അപ്പോൾ ദ മെറ്റൽ സ്ഫിയർ ബിക്കംസ് പോസിറ്റീവ്ലി ചാർജ്ഡ്, കാരണം മെറ്റൽ സ്ഫിയറിന് ഇലക്ട്രോൺസ് നഷ്ടപ്പെടുന്നു, അതുകൊണ്ട് അത് പോസിറ്റീവ് ചാർജായി മാറുന്നു. ഇനി മെറ്റൽ ലീവ്സിന് ഇലക്ട്രോൺസ് ലഭിക്കുന്നു, അപ്പോൾ അതെന്തായിരുന്നു നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ട് മാറുന്നു. ദ മെറ്റൽ ലീവ്സ് ബിക്കം നെഗറ്റീവ്ലി ചാർജ്ഡ്. ഇനി സിൻസ് ബോത്ത് ദ ലീവ്സ് നൗ ഹാവ് ദ സെയിം നെഗറ്റീവ് ചാർജ്, അപ്പോൾ നമുക്ക് രണ്ട് ലീവ്സിനും ഒരേ നെഗറ്റീവ് ചാർജ് ആണുള്ളത്. അപ്പോൾ ദേ റിപ്പൽ ഈച്ച് അതർ, അവ പരസ്പരം എന്ത് ചെയ്യുന്നു, റിപ്പൽ ചെയ്യുന്നു. ആൻഡ് ഡൈവേർജ്, എന്നിട്ട് അവ പരസ്പരം ഡൈവേർജ് ആകുന്നു അല്ലേ, പരസ്പരം റിപ്പൽ ചെയ്ത് അവ ഡൈവേർജ് ആകുന്നു. ഇത്രയാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ബ്രിങ് എ ന്യൂട്രൽ ഒബ്ജക്ട് നിയർ ബൈ, ഡു ദ ലീവ്സ് ഡൈവേർജ് നൗ. ഒരു ന്യൂട്രൽ ഒബ്ജക്റ്റാണ്, ചാർജ്ഡ് ഗ്ലാസ് റോഡിന് പകരം ഒരു ന്യൂട്രൽ ഒബ്ജക്റ്റാണ് നമ്മൾ ആ മെറ്റൽ സ്ഫിയറിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നതെങ്കിൽ അതിൻ്റെ ലീവ്സ് ഡൈവേർജ് ആവുമെന്ന്. ഡൈവേർജ് ആവോ? ഇല്ല, കാരണം അത് ന്യൂട്രൽ ഒബ്ജക്റ്റ് അല്ലേ, അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ നോ എന്നായത്. ഇതാണ് നമ്മുടെ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇലക്ട്രോസ്കോപ്പിലെ ലോഹഗോളത്തിനടുത്തായി ചാർജ് ചെയ്ത ഒരു ഗ്ലാസ് റോഡ് കൊണ്ടുവരിക എന്ന് നിരീക്ഷിക്കുന്നു, കാരണം എന്താ? ചാർജ് ഇല്ലാത്തൊരു വസ്തു കൊണ്ടുവരിക, ഇപ്പോൾ ദളങ്ങൾ വിടരുന്നുണ്ടോ? ആൻസർ നോക്കിയുള്ളൂ. ഒരു നെഗറ്റീവ് ചാർജുള്ള ഗ്ലാസ് റോഡ് ഇലക്ട്രോസ്കോപ്പിൻ്റെ ലോഹഗോളത്തിന് സമീപം കൊണ്ടുവരുമ്പോൾ ദളങ്ങൾ തമ്മിലുള്ള അകലം വ്യത്യാസപ്പെടുന്നു, അല്ലെങ്കിൽ അതായത് അകലം വർദ്ധിക്കുന്നു. ലോഹഗോളത്തിലെ ഇലക്ട്രോണുകൾ ലോഹഗോളത്തിൽ നിന്ന് ലോഹദളങ്ങളിലേക്ക് പുറന്തള്ളപ്പെടുന്നതിനാലാണ് ഇത് സംഭവിക്കുന്നത്. ലോഹഗോളത്തിലെ ഇലക്ട്രോണുകൾ ആ ലോഹഗോളത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ലോഹദളങ്ങളിലേക്ക് പുറന്തള്ളപ്പെടുന്നു അല്ലേ, ലോഹദളങ്ങളിലേക്ക് കൊടുക്കുന്നു ഇലക്ട്രോൺസ്. ഇതിൻ്റെ ഫലമായിട്ട് എന്താ സംഭവിക്കുന്നത്? ലോഹഗോളം പോസിറ്റീവ് ചാർജ് ഉള്ളതായി മാറുന്നു, ലോഹദളങ്ങൾ നെഗറ്റീവ് ചാർജ് ഉള്ളതായി മാറുന്നു. രണ്ട് ദളങ്ങൾക്കും ഇപ്പോൾ നെഗറ്റീവ് ചാർജ് ഉള്ളതിനാൽ അവ പരസ്പരം വികർഷിക്കുകയും വ്യതിചലിക്കുകയും ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഈ ചാർജ് ഇല്ലാത്ത വസ്തു കൊണ്ടുവരുന്ന, ഇപ്പോൾ ദളങ്ങൾ വിടരുന്നുണ്ടോ? ഇല്ല, ഇപ്പോൾ ദളങ്ങൾ വിടരുന്നില്ല. ചാർജ് ഇല്ലാത്ത വസ്തു കൊണ്ടുവന്നാൽ ദളങ്ങൾ വിടരുന്നില്ല. അടുത്ത 55ാമത്തെ ക്വസ്റ്റ്യൻ, ചാർജ് ചെയ്ത ഒരു ഇലക്ട്രോസ്കോപ്പിൻ്റെ ദളങ്ങൾ ദീർഘനേരം കഴിയുമ്പോൾ അടുത്തു വരുന്നു, എന്താണ് ഇതിന് കാരണം? എന്താണ് കാരണം? ചാർജ് കുറേ നേരം കഴിയുമ്പോൾ ആ ചാർജ് നഷ്ടപ്പെടും, അതാണ് ഇതിന് കാരണം. ചാർജ് നഷ്ടപ്പെടുന്നതാണ് ഇതിന് കാരണം. A charged electroscope's leaves will come closer when kept for long. What is the reason? ദീർഘനേരം നമ്മൾ ഈ ചാർജ് ചെയ്ത ഇലക്ട്രോസ്കോപ്പിൻ്റെ ലീവ്സ് ഇങ്ങനെ വെച്ചിരുന്നാൽ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ദളങ്ങൾ ഇങ്ങനെ അടുത്ത് വരുന്നതായിട്ട് കാണാം. അതിന് കാരണം എന്താണ്? ദ ലോസ് ഓഫ് ചാർജ് ഈസ് ദ റീസൺ ഫോർ ദിസ്. ചാർജ് ലോസ് ചെയ്യുന്നത്, നഷ്ടപ്പെടുന്നത്. അടുത്ത വാട്ട് ഈസ് ദ യൂസ് ഓഫ് കപ്പാസിറ്റർ? കപ്പാസിറ്ററിൻ്റെ യൂസ് എന്താണ്? കപ്പാസിറ്റർ ഈസ് എ ഡിവൈസ് ഫോർ സ്റ്റോറിങ് ഇലക്ട്രിക് ചാർജ്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു, നേരത്തെ നമ്മൾ പറഞ്ഞു ഇൻഡക്ഷൻ വഴിയുള്ള ചാർജിങ്ങിലൂടെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവിടെ ഈ നമ്മൾ ചാർജ് ചെയ്യുന്നുണ്ടല്ലോ, ഈ ചാർജിന് നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള വകുപ്പില്ല. അങ്ങനെ ചാർജിന് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള വകുപ്പില്ല. ഇപ്പോൾ തന്നെ പറഞ്ഞില്ലേ, ആ ചാർജ് ചെയ്ത സാധനം കുറച്ച് നേരം കഴിയുമ്പോൾ അതിൻ്റെ ചാർജ് നഷ്ടപ്പെടുന്നു അല്ലേ. അങ്ങനെ ചാർജ് നഷ്ടപ്പെടുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ്, അല്ലെങ്കിൽ ചാർജിങ് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസാണ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. ഇതിനാണ് കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്. കപ്പാസിറ്റർ ഈസ് എ ഡിവൈസ് ഫോർ സ്റ്റോറിങ് ഇലക്ട്രിക് ചാർജ്. ഇലക്ട്രിക് ചാർജ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. കപ്പാസിറ്ററിൻ്റെ ഉപയോഗം എന്താണ്? വൈദ്യുത ചാർജ് സംഭരിക്കുന്നതിനുള്ളൊരു സംവിധാനമാണ് കപ്പാസിറ്റർ. ഇനി വാട്ട് ഈസ് കപ്പാസിറ്റൻസ് ആൻഡ് വാട്ട് ഈസ് ഇറ്റ്സ് യൂണിറ്റ്? എന്താണ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ SI യൂണിറ്റ് ഏതാണ്? എന്താണ്? ദ എബിലിറ്റി ഓഫ് എ കപ്പാസിറ്റർ ടു സ്റ്റോർ ചാർജ് ഈസ് കോൾഡ് കപ്പാസിറ്റൻസ്. ഒരു കപ്പാസിറ്ററിൽ ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ട്, കഴിവുണ്ട്. അതിനെയാണ് നമ്മൾ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. ഒരു കപ്പാസിറ്ററിൻ്റെ ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള എബിലിറ്റി, കഴിവിനെയാണ് നമ്മൾ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ SI യൂണിറ്റ് എന്താണ്? ഫാരഡ്. കപ്പാസിറ്റൻസിൻ്റെ SI യൂണിറ്റ് ഫാരഡ് ആണ്. എന്താണ് കപ്പാസിറ്റൻസ്? ഇതിൻ്റെ SI യൂണിറ്റ് എന്ത്? ഒരു കപ്പാസിറ്ററിൻ്റെ ചാർജ് സംഭരിക്കാനുള്ള ശേഷിയെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നു. കപ്പാസിറ്റൻസിൻ്റെ SI യൂണിറ്റ് ഫാരഡാണ്. അത് എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ക്യാപിറ്റൽ ലെറ്റർ F ഉപയോഗിച്ചാണ്. SI യൂണിറ്റ് അല്ല, കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാലും ഫാരഡ് എന്ന് എഴുതുക. കപ്പാസിറ്റൻസിൻ്റെ SI യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാലും ഫാരഡ് എന്ന് എഴുതുക. ക്യാപിറ്റൽ ലെറ്റർ F ഉപയോഗിച്ചാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് അനദർ നെയിം ഫോർ ദ ഇൻസുലേറ്റേഴ്സ് വി യൂസ് ഇൻ കപ്പാസിറ്റേഴ്സ്? നമുക്ക് കപ്പാസിറ്റർ യൂസ് ചെയ്യുമ്പോൾ രണ്ട് മെറ്റൽ റോഡ് നമ്മൾ വയ്ക്കണം. എന്നിട്ട് അതിൻ്റെ നടുക്കായിട്ട് ഒരു ഇൻസുലേറ്റർ വയ്ക്കണം. ആ ഒരു സെറ്റപ്പിനെയാണ് നമ്മളൊരു കപ്പാസിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ രണ്ട് മെറ്റൽ റോഡ് വെച്ച് അതിൻ്റെ നടുക്ക് നമ്മളൊരു ഇൻസുലേറ്റർ വയ്ക്കൂലേ, ആ വയ്ക്കുന്ന ഇൻസുലേറ്ററിന് മറ്റൊരു പേരുണ്ട്. ആ വയ്ക്കുന്ന ഇൻസുലേറ്ററിനെ വേറൊരു പേരിൽ നമ്മൾ വിളിക്കും. എന്താണ് ആ പേര്? ഡൈ ഇലക്ട്രിക്സ്. അതാണ് ഡൈ ഇലക്ട്രിക് എന്നാണ് പറയുന്നത്. അപ്പോൾ കപ്പാസിറ്ററിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസുലേറ്ററിൻ്റെ മറ്റൊരു പേരാണ് ഡൈ ഇലക്ട്രിക്. കപ്പാസിറ്ററുകൾ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസുലേറ്ററുകൾക്ക് മറ്റൊരു പേരുണ്ട്. എന്താണ് ആ പേര്? ഡൈ ഇലക്ട്രിക്.
അടുത്തത് വാട്ട് മെറ്റീരിയൽസ് ക്യാൻ ബി യൂസ് ആസ് ഡൈഇലക്ട്രിക്സ്. ഏതൊക്കെ വസ്തുക്കൾ നമുക്ക് ഡൈഇലക്ട്രിക് ആയിട്ട് ഉപയോഗിക്കാം? ഏതൊക്കെ വസ്തുക്കളാണ്? പേപ്പർ ഉപയോഗിക്കാം. അപ്പോൾ പേപ്പർ, പിന്നെ എയർ വായുവിന് ഉപയോഗിക്കാം, ആൻഡ് പോളിയസ്റ്റർ, പിന്നെ പോളിയസ്റ്റർ ഉപയോഗിക്കാം. ഏതൊക്കെയാണ്? പേപ്പർ, എയർ, പോളിയസ്റ്റർ എന്നിവയാണ് ഡൈഇലക്ട്രിക് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വസ്തുക്കൾ. അടുത്ത 60ാമത്തെ ക്വസ്റ്റ്യനെ, എ കപ്പാസിറ്റർ ഈസ് എ ഡിവൈസ് ഫോർ സ്റ്റോറിങ് ഇലക്ട്രിക് ചാർജ്. ഒരു ഇലക്ട്രിക് ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള സംവിധാനമാണ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഫോർ ദിസ് പ്ലേസ് 2 മെറ്റൽ പ്ലേറ്റ്സ് എ ആൻഡ് ബി ക്ലോസ് ടുഗദർ. അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 മെറ്റൽ, അതായത് ഫിഗറിൽ ഇവിടെ തന്നിട്ടുണ്ട് 2 മെറ്റൽ പ്ലേറ്റ്സ്, എ എന്നും ബി എന്നും പേരിട്ടിട്ടുള്ള 2 മെറ്റൽ പ്ലേറ്റ്സ് അടുത്തടുത്തായിട്ട് വയ്ക്കുക. വെൻ പ്ലേറ്റ് എ ഈസ് പോസിറ്റീവ്ലി ചാർജ്ഡ്, എ എന്ന് പറയുന്ന പ്ലേറ്റ് നമ്മൾ പോസിറ്റീവായിട്ട് ചാർജ് ചെയ്യുമ്പോൾ ഒബ്സർവ് ദ ഇൻഡക്ഷൻ ഓഫ് ചാർജ് ഇൻ ബി. ബിയിൽ ചാർജിൻ്റെ ഇൻഡക്ഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നോക്കുക. ഒബ്സർവ് ചെയ്ത് നോക്കിയേ, എയിൽ പോസിറ്റീവ് ചാർജ് ചെയ്യുമ്പോൾ ബിയിലുള്ള ചാർജിൻ്റെ ഒരു റീഡിസ്ട്രിബ്യൂഷൻ നടക്കും അല്ലേ? ബി എന്ന് പറയുന്ന മെറ്റൽ പ്ലേറ്റിൽ ചാർജിൻ്റെ ഒരു റീഡിസ്ട്രിബ്യൂഷൻ നടക്കും. അതായത് എപ്പോഴും ലൈക്ക് ചാർജസ് റിപ്പൽ ചെയ്യും, അൺലൈക്ക് ചാർജസ് ആണ് അട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എയിൽ പോസിറ്റീവായിട്ടാണ് ചാർജ് ചെയ്തത്. അപ്പോൾ ബി എന്ന് പറയുന്ന ആ മെറ്റൽ പ്ലേറ്റിൽ നെഗറ്റീവ് ചാർജ് എ പ്ലേറ്റിൻ്റെ അടുത്തേക്ക് വരുന്നു, പോസിറ്റീവ് ചാർജ് എ പ്ലേറ്റിൻ്റെ ദൂരേക്ക് മാറിപ്പോകുന്നു. ആ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവും. വാട്ട് ഇഫ് പ്ലേറ്റ് ബി ഈസ് എർത്ത്? എന്നിട്ട് നമ്മൾ ഈ പ്ലേറ്റ് ബിയെ എർത്ത് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഡ്രോ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജസ്. അവിടുത്തെ ചാർജിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയായിരിക്കും എന്ന് വരയ്ക്കുക. അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. വൈദ്യുത ചാർജ് സംഭരിക്കുന്നതിനുള്ള ഒരു സംവിധാനമാണ് കപ്പാസിറ്റർ. ഇതിനായി എ ബി എന്നിങ്ങനെ 2 ലോഹ പ്ലേറ്റുകൾ അടുപ്പിച്ച് വയ്ക്കുക. എ എന്ന പ്ലേറ്റ് പോസിറ്റീവായി ചാർജ് ചെയ്യുമ്പോൾ ബിയിലെ ചാർജുകളുടെ പ്രേരണം ശ്രദ്ധിക്കുക. ബി എന്ന പ്ലേറ്റ് എർത്ത് ചെയ്താലോ ചാർജുകളുടെ വിതരണം വരച്ചു നോക്കുക. നോക്കിയോളൂ, 2 ഫിഗർ ഇതാ ഇവിടെ തന്നിട്ടുണ്ട്, കണ്ടോ? നോക്കിയോളൂ, വെൻ പ്ലേറ്റ് ബി ഈസ് എർത്ത്, നമ്മൾ ബി എന്ന് പറഞ്ഞ പ്ലേറ്റ് എർത്ത് ചെയ്യുന്ന സമയത്ത് ദ ഇലക്ട്രോൺസ് ഫ്ലോ ഫ്രം എർത്ത് ടു പ്ലേറ്റ് ബി. ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നു, ഇലക്ട്രോൺസ് ഫ്ലോ ഉണ്ടാകുന്നു. ഫ്രം എവിടെ നിന്ന് എങ്ങോട്ട്? ഫ്രം എർത്തിൽ നിന്ന് ടു പ്ലേറ്റ് ബി, ബിയിലേക്ക്. ബി എന്ന് പറയുന്ന ആ മെറ്റൽ പ്ലേറ്റിലേക്ക് ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ ഉണ്ടാകുന്നു. ആസ് എ റിസൾട്ട്, അതിൻ്റെ ഫലമായിട്ട് എന്താ സംഭവിക്കുന്നത്? പ്ലേറ്റ് ബി ബിക്കം നെഗറ്റീവ്ലി ചാർജ്ഡ്. പ്ലേറ്റ് ബി എന്തായി മാറുന്നു? നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള അയോൺസ് ആയിട്ട് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു മെറ്റൽ പ്ലേറ്റ് ആയിട്ട് മാറുന്നു. മനസ്സിലായോ? അപ്പോൾ നമ്മൾ പ്ലേറ്റ് ബി എർത്ത് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ദ ഇലക്ട്രോൺസ് ഫ്ലോ ഉണ്ടാകുന്നു. എവിടെ നിന്ന് എങ്ങോട്ട്? ഫ്രം ടു പ്ലേറ്റ് ബി. എർത്തിൽ നിന്ന് മെറ്റൽ പ്ലേറ്റ് ബിയിലേക്ക് ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ ഉണ്ടാകുന്നു. അപ്പോൾ എർത്തിൽ നിന്ന് മെറ്റൽ പ്ലേറ്റ് ബിയിലേക്ക് ഇലക്ട്രോൺസ് വരുന്ന സമയത്ത് ആ ബി പ്ലേറ്റിൽ റൈറ്റ് സൈഡിലിരിക്കുന്ന പോസിറ്റീവ് ചാർജ് കണ്ടോ? ഈ പോസിറ്റീവ് ചാർജുമായിട്ട് ഈ ഇലക്ട്രോൺസ് ചേർന്ന് അവ എന്തായി പോകുന്നു? ന്യൂട്രലൈസ് ആയി പോകുന്നു. അങ്ങനെ ന്യൂട്രലൈസ് ആയി പോകുമ്പോൾ പിന്നെ അതിൻ്റെ അകത്ത് എന്ത് മാത്രമേ ഉള്ളൂ? മെറ്റൽ പ്ലേറ്റ് ബിയിൽ ഏത് മാത്രമേ ഉള്ളൂ? നെഗറ്റീവ് ചാർജുള്ള അയോൺസ് മാത്രമേ ഉള്ളൂ. അപ്പം മെറ്റൽ പ്ലേറ്റ് ബി എന്ന് പറയുന്നത് എന്തായി മാറി? നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രിക് മെറ്റൽ പ്ലേറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, പ്ലേറ്റ് ബി എർത്ത് ചെയ്യുമ്പോൾ ഇലക്ട്രോണുകൾ ഭൂമിയിൽ നിന്ന് പ്ലേറ്റ് ബിയിലേക്ക് ഒഴുകുന്നു. തൽഫലമായി പ്ലേറ്റ് ബി നെഗറ്റീവ് ചാർജായി മാറുന്നു. ഓക്കെ ആണല്ലോ? ഇതാണ് ക്വസ്റ്റ്യൻ. ഇനി അടുത്തൊരു നോട്ടായിട്ട് തന്നിട്ടുള്ളതാണ്, നോക്കിയോളൂ. ഇനി ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ വൈദ്യുത ചാലകങ്ങളിൽ അല്ലെങ്കിൽ വൈദ്യുതി കടത്തിവിടുന്ന പദാർത്ഥങ്ങളിൽ ദ ചാർജ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓൺലി ഓൺ ദ സർഫസ്. അതിൻ്റെ സർഫസിൽ, അതിൻ്റെ ഉപരിതലത്തിലായിരിക്കും ചാർജൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്, ചാർജ് വിതരണം ചെയ്യപ്പെട്ടില്ല. അതായത് വൈദ്യുത ചാലക വസ്തുക്കളിൽ ചാർജ് ഉപരിതലത്തിൽ മാത്രം വിതരണം ചെയ്യപ്പെടുന്നു. ഇനി ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ് ദ എമൗണ്ട് ഓഫ് ചാർജ് വിൽ ബി വെരി ഹൈ അറ്റ് ദ ഷാർപ്പ് എഡ്ജ്. ഇനി ഒരു ഇലക്ട്രിക്കൽ കണ്ടക്ടറാണ്, അതിന് ഷാർപ്പായിട്ടുള്ള എഡ്ജ് ഉണ്ട്, കൂർത്ത അഗ്രം ഒക്കെ ഉള്ള വസ്തുക്കളാണെങ്കിൽ അതിൻ്റെ ആ കൂർത്ത അഗ്രങ്ങളിൽ ചാർജിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ വളരെ കൂടുതലായിരിക്കും. അതായത് അവിടെ ചാർജ് വളരെ കൂടുതലായിട്ടുള്ള പോർഷനായിരിക്കും, ചാർജ് വളരെ കൂടുതലായിരിക്കും. അതൊരു 2 പോയിന്റ് നോട്ടായിട്ട് എഴുതിയിട്ടുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ദ നാച്ചുറൽ ഫിനോമിന ദാറ്റ് ഒക്കർ ഡ്യൂ ടു അക്യുമുലേഷൻ ആൻഡ് ഡിസ്ചാർജ് ഓഫ് ഇലക്ട്രിക് ചാർജ്. വൈദ്യുത ചാർജിൻ്റെ അക്യുമുലേഷൻ കാരണവും പിന്നെ അതിൻ്റെ ഡിസ്ചാർജും മൂലം സംഭവിക്കുന്ന ഒരു നാച്ചുറൽ ഫിനോമിന അല്ലെങ്കിൽ പ്രകൃതി പ്രതിഭാസം ഏതാണ്? ലൈറ്റ്നിങ്. അതാണ് ലൈറ്റ്നിങ് അല്ലെങ്കിൽ മിന്നൽ. അടുത്തത്, ഹൗ ഡേഴ്സ് ലൈറ്റ്നിങ് ഒക്കർ? എങ്ങനെയാണ് ലൈറ്റനിങ് സംഭവിക്കുന്നത്, മിന്നൽ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അതാണ് ക്വസ്റ്റ്യൻ. നോക്കിയോളൂ, വേരിയസ് എയർ കറൻസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ കോസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ചാർജസ് ടു അക്യുമുലേറ്റ് ഇൻ ക്ലൗഡ്സ്. അതായത് നമ്മുടെ എയർ കറൻസ് എന്താണെന്ന് വെച്ചാൽ വായു പ്രവാഹങ്ങൾ, വ്യത്യസ്ത വായു പ്രവാഹങ്ങൾ എവിടുത്തെ? ഇൻ ദ അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷത്തിലെ വ്യത്യസ്തമായിട്ടുള്ള വായു പ്രവാഹങ്ങൾ
കോസ് കാരണമാകുന്നു. എന്തിന് കാരണമാകുന്നു? പോസിറ്റീവ് ഓർ നെഗറ്റീവ് ചാർജസ് ടു അക്യുമുലേറ്റ് ഇൻ ക്ലൗഡ്സ്. ക്ലൗഡ്സിൽ മേഘങ്ങളിൽ പോസിറ്റീവ് ചാർജോ നെഗറ്റീവ് ചാർജോ അക്യുമുലേറ്റ് ചെയ്യാൻ അല്ലേ ശേഖരിക്കപ്പെടാൻ കാരണമാകുന്നു. അപ്പം വേരിയസ് ആയിട്ടുള്ള എയർ കറൻസിൻ്റെ അറ്റ്മോസ്ഫിയറിലുള്ള എയർ കറൻസ് കാരണമാണ് ക്ലൗഡ്സിൽ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും അക്യുമുലേറ്റ് ചെയ്യുന്നത്. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ കോസസ് ഓപ്പോസിറ്റ് ചാർജസ് ടു അപ്പിയർ ആൻ ഒബ്ജക്റ്റ് ഓൺ എർത്ത്. പിന്നെ അവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം നടക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചതാണ്, സ്ഥിത വൈദ്യുത പ്രേരണം. അപ്പോൾ ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ കാരണം ഈ മേഘങ്ങളിൽ ശേഖരിക്കപ്പെട്ട അക്യുമുലേറ്റ് ചെയ്ത ചാർജ് ഏതാണോ അതിൻ്റെ ഓപ്പോസിറ്റ് ചാർജ് ഭൂമിയിലെ വസ്തുക്കളിൽ അക്യുമുലേറ്റ് ചെയ്യാൻ കാരണമാകുന്നു. മനസ്സിലായോ? ഭൂമിയിലെ വസ്തുക്കളിൽ അപ്പിയർ ചെയ്യുന്നു. അതായത് ഇപ്പം ക്ലൗഡ്സിൽ പോസിറ്റീവ് ചാർജാണ് അക്യുമുലേറ്റ് ചെയ്തതെങ്കിൽ അതേ സമയത്ത് ഭൂമിയിലെ വസ്തുക്കളിൽ ഏത് ചാർജ് ആയിരിക്കും വരുന്നത്? ഭൂമിയിലെ വസ്തുക്കളിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ് ആയിരിക്കും. മേഘങ്ങളിൽ പോസിറ്റീവ് ആണെങ്കിൽ ഭൂമിയിലെ വസ്തുക്കളിൽ നെഗറ്റീവ് ചാർജ്. അതായത് മേഘങ്ങളിൽ ഏത് ചാർജാണോ അക്യുമുലേറ്റ് ചെയ്തത് അതിൻ്റെ ഓപ്പോസിറ്റ് ചാർജ് ആയിരിക്കും ഭൂമിയിലെ വസ്തുക്കളിൽ ഇൻഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ കാരണം ഓപ്പോസിറ്റ് ചാർജസ് ടു അപ്പിയർ ആൻ ഒബ്ജക്റ്റ് ഓൺ എർത്ത്. എർത്തിലെ ഒബ്ജക്റ്റിൽ ഓപ്പോസിറ്റ് ചാർജ് അപ്പിയർ ആകുന്നു. അടുത്തത് ദ ഇലക്ട്രിക് ചാർജ് സ്റ്റോർഡ് ഈസ് സഫിഷ്യൻറ്റ് ടു മേക്ക് ദ എയർ ആൻ ഇലക്ട്രിക്കൽ കണ്ടക്ടർ. ഇങ്ങനെ സ്റ്റോർ ചെയ്തിട്ടുള്ള ഇലക്ട്രിക് ചാർജ്, അതായത് നമ്മുടെ ക്ലൗഡ്സിൽ മേഘങ്ങളിലും അതുപോലെ എർത്തിലുള്ള ഓരോ ഒബ്ജക്റ്റിലും സ്റ്റോർ ചെയ്തിട്ടുള്ള ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് ഈ സഫിഷ്യൻറ്റ്, അത് മതി എന്തിന്? ടു മേക്ക് ദ എയർ ആൻ ഇലക്ട്രിക്കൽ കണ്ടക്ടർ. എയറിനെ ഒരു ഇലക്ട്രിക്കൽ കണ്ടക്ടർ ആക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അതിൻ്റെ ഇടയ്ക്കുള്ള, അതായത് ക്ലൗഡ്സിനും എർത്തിലുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ ഇടയ്ക്കുള്ള പൊസിഷൻ ആണല്ലോ വായു, എയർ എന്ന് പറയുന്നത്. ആ എയറിനെ കണ്ടക്ടർ ആക്കാൻ വേണ്ടിയിട്ട് ഈ സ്റ്റോർ ചെയ്തിട്ടുള്ള ഇലക്ട്രിക് ചാർജ് മതിയാകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദിസ് കോസ് ഇലക്ട്രിസിറ്റി ടു ഫ്ലോ ത്രൂ ദ എയർ ഇൻ ഫ്ലാഷസ്. ഇത് ഇലക്ട്രിസിറ്റി എയറിൽ കൂടെ ഒരു ഫ്ലാഷ് എന്ന് വെച്ചാൽ ഇങ്ങനെ മിന്നി അല്ലേ, നമ്മൾ ക്യാമറയൊക്കെ ഓണാക്കുമ്പോൾ ഫ്ലാഷ് ലൈറ്റ് കത്തുന്നു എന്നൊക്കെ പറയില്ലേ, അതാണ് പറയുന്നത് ഫ്ലാഷ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ദിസ് കോസ് ഇത് കാരണമാകുന്നു ഇതിന് ഇലക്ട്രിസിറ്റി ടു ഫ്ലോ ത്രൂ ദ എയറിൽ കൂടി ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നതിന് ഇതിന് കാരണമാകുന്നു. എങ്ങനെ? ഇൻ ഫ്ലാഷസ് ആയിട്ട്. മിന്നൽ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? മിന്നൽ ഇങ്ങനെ ഫ്ലാഷസ് ആയിട്ടല്ലേ വരുന്നത്. അപ്പോൾ ഫ്ലാഷസ് ആയിട്ട് ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്നതിന് കാരണമാകുന്നു ഇത്. ആൻഡ് പ്രൊഡ്യൂസ് ലൈറ്റ്. അപ്പോൾ അങ്ങനെ ഫ്ലാഷസ് മിന്നുമ്പോൾ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദിസ് ഈസ് ലൈറ്റനിങ്. ഇതിനെയാണ് നമ്മൾ ലൈറ്റനിങ് എന്ന് പറയുന്നത്. മനസ്സിലായോ ലൈറ്റനിങ് എന്താണെന്നുള്ളത്? മിന്നൽ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നുള്ളത്? മിന്നൽ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അന്തരീക്ഷത്തിലെ പലതരം വായു പ്രവാഹങ്ങൾ കാരണമാണ് മേഘങ്ങളിൽ പോസിറ്റീവ് നെഗറ്റീവ് എന്നീ ചാർജുകൾ ശേഖരിക്കപ്പെടുന്നത്. സ്ഥിത വൈദ്യുത പ്രേരണം ഭൂമിയിലെ വസ്തുക്കളിൽ വിപരീത ചാർജുകൾ പ്രേരിതമാക്കുന്നു. ഇങ്ങനെ സംഭരിക്കപ്പെടുന്ന വൈദ്യുത ചാർജ് മൂലം വായു വൈദ്യുത ചാലകമാകുന്നു. അതിനാൽ വൈദ്യുതി വളരെ വേഗത്തിൽ വായുവിലൂടെ പ്രവഹിക്കുകയും പ്രകാശം ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതാണ് മിന്നൽ. ഇത് നമ്മുടെ ടെക്സ്റ്റ് തന്നിട്ടുള്ളൊരു ഫിഗറാണ്. അതായത് ഒരു അച്ഛനും 2-3 കുട്ടികളും കൂടെ ഇങ്ങനെ മല കയറി പോവുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ മല കയറി പോകുന്ന സമയത്ത് പെട്ടെന്ന് ഈ കുട്ടികളുടെയൊക്കെ മുടി ഇതേപോലെ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഇങ്ങനെ മുകളിലേക്ക് എഴുന്നേറ്റ് നിന്നു. അപ്പോൾ അതായത് അതിശക്തമായിട്ടുള്ളൊരു മിന്നൽ ഉണ്ടാകുന്നതിന് തൊട്ട് മുന്നേ അവിടെ സംഭവിച്ച കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ മുടി മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നത്? അവിടെ ഒരു സ്ഥിത വൈദ്യുത പ്രേരണം അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ അവിടെ സംഭവിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ മുകളിലേക്ക് മുടി ഇങ്ങനെ ഉയർന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഉടനെ തന്നെ അവിടെ ഒരു നല്ല ശക്തമായിട്ടുള്ള മിന്നൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്നിട്ട് അവർ ആ മല കയറി പെട്ടെന്ന് അവർക്ക് എന്തോ ഒരു വല്ലാത്ത അന്തരീക്ഷം തോന്നി, അങ്ങനെ പന്തികേട് തോന്നി അവർ തിരിച്ച് മല ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മിന്നൽ ഉണ്ടാകുകയും അതിശക്തമായ മിന്നലിൽ അവർ ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെടുകയുമാണ് ഉണ്ടായത്. അങ്ങനെ ഒരു ഫിഗർ നമ്മുടെ ടെക്സ്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് പറഞ്ഞു തന്നത്. നോക്കിയോളൂ. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. Did you notice the charged clouds shown in the picture? Observe the picture and answer the questions given below. കണ്ടോ, 2 മേഘങ്ങളുണ്ട്. ആ 2 മേഘങ്ങളിലും എന്ത് ഉണ്ടാകുന്നുണ്ട്? ഒരു മേഘത്തിൽ, ഒരു ക്ലൗഡ്സിൽ പോസിറ്റീവ് ചാർജ് അക്യുമുലേറ്റ് ചെയ്യുന്നു, അടുത്ത ഒരു മേഘത്തിൽ നെഗറ്റീവ് ചാർജ് അക്യുമുലേറ്റ് ചെയ്യുന്നു. എന്നിട്ട് താഴെയുള്ള ഭൂമിയിലുള്ള ഒബ്ജക്ട്സിൽ നെഗറ്റീവ് ചാർജ് അക്യുമുലേറ്റ് ചെയ്ത മേഘത്തിന് താഴെയുള്ള ഭൂമിയിലെ ഒബ്ജക്റ്റിൽ പോസിറ്റീവ് ചാർജാണ് സ്റ്റോർ ചെയ്തത്. ഇനി പോസിറ്റീവ് ചാർജ് അക്യുമുലേറ്റ് ചെയ്ത മേഘത്തിൻ്റെ തൊട്ട് താഴെയുള്ള ഒബ്ജക്ട്സിൽ നെഗറ്റീവ് ചാർജാണ് സ്റ്റോർ ചെയ്തത് അല്ലേ. അപ്പോൾ ഇത് നോക്കിയോളൂ. ക്വസ്റ്റ്യൻ ഏതാണേ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ ക്ലൗഡ് ഗെറ്റ് ചാർജ്ഡ്? മേഘങ്ങളിൽ ചാർജ് സംഭരിക്കപ്പെടുന്നത് എങ്ങനെയാണ്? ഡ്യൂ ടു ദ സ്ട്രോങ് എയർ കറൻസ് ദ ക്ലൗഡ്സ് ഗെറ്റ് ചാർജ്ഡ്. ആ സ്ട്രോങ് ആയിട്ടുള്ള എയർ കറൻസ് അല്ലെങ്കിൽ
ശക്തമായ വായു പ്രവാഹം മൂലമാണ് മേഘങ്ങളിൽ ചാർജുകൾ രൂപപ്പെടുന്നത്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ടൈപ്പ് ഓഫ് ചാർജസ് ആർ അക്യുമുലേറ്റഡ് ഇൻ ക്ലൗഡ്സ്? ക്ലൗഡ്സിൽ ഏതെല്ലാം ചാർജുകളാണ് സംഭരിക്കപ്പെടുന്നത്? ക്വസ്റ്റ്യൻ ഫിഗറിൽ തന്നെ ഉണ്ട് ആൻസർ. എന്തൊക്കെയാണ്? പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും അക്യുമുലേറ്റ് ചെയ്യാം ക്ലൗഡ്സിൽ, അല്ലേ? പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ആർ അക്യുമുലേറ്റഡ് ഇൻ ദ ക്ലൗഡ്സ്. പോസിറ്റീവ് നെഗറ്റീവ് എന്നീ ചാർജുകളാണ് മേഘങ്ങളിൽ സംഭരിക്കപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വൈ ആർ ദ ഓബ്ജക്ട്സ് ഓൺ എർത്ത് ഓപ്പോസിറ്റ്ലി ചാർജഡ്? ഭൂമിയിലെ വസ്തുക്കളിൽ ഇങ്ങനെ മേഘങ്ങളിൽ സംഭരിക്കപ്പെടുന്ന ചാർജ് ഏതാണോ അതിന്റെ വിപരീത ചാർജ് ശേഖരിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ആൻസർ നോക്കിയുള്ളൂ. ദ ഓപ്പോസിറ്റ് ചാർജസ് ആർ സ്റ്റോർഡ് ഇൻ ദ ഒബ്ജക്ട്സ് ഓൺ എർത്ത്. എർത്തിലെ ഒബ്ജക്ട്സിൽ ഓപ്പോസിറ്റ് ചാർജ് സ്റ്റോർ ചെയ്യുന്നത് ഡ്യൂ ടു ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ. എന്തുകൊണ്ടാണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ മൂലമാണ്. മനസ്സിലായല്ലോ? ഇനി നോക്കിയോളൂ മലയാളം മീഡിയം. സ്ഥിത വൈദ്യുത പ്രേരണം മൂലമാണ് ഭൂമിയിലെ വസ്തുക്കളിൽ അതിൻ്റെ വിപരീത ചാർജുകൾ ശേഖരിക്കപ്പെടുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ അതിൻ്റെ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അടുത്തത്, വാട്ട് ആൾ ക്യാൻ വി ഡു ടു പ്രൊട്ടക്ട് അവർ സെൽസ് ഫ്രം ലൈറ്റനിങ്? ഇടിമിന്നലിൽ നിന്ന് രക്ഷ നേടാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും? ഡു നോട്ട് സീക്ക് ഷെൽട്ടർ അണ്ടർ ടാൾ ഓർ ഐസൊലേറ്റഡ് ട്രീസ്. ഉയരമുള്ളതോ അല്ലെങ്കിൽ ഐസൊലേറ്റഡ് ട്രീ എന്ന് വെച്ചാൽ ഒറ്റപ്പെട്ടതോ ആയ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ അഭയം തേടരുത്. രണ്ടാമത്തത്, ഡു നോട്ട് അറ്റംപ്റ്റ് ടു ഓപ്പറേറ്റ് ഇലക്ട്രിക്കൽ അപ്ലയൻസസ്. വൈദ്യുത ഉപകരണങ്ങൾ പ്രവർത്തിക്കാൻ ശ്രമിക്കരുത്. ഏത് സമയത്ത്? ഈ മിന്നലൊക്കെ ഉള്ള സമയത്ത്. അടുത്ത, അവോയ്ഡ് ടച്ചിങ് മെറ്റൽ ഓബ്ജക്ട്സ്. ലോഹവസ്തുക്കളിൽ നമ്മൾ തൊടുന്നത് ഒഴിവാക്കുക. ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. അടുത്ത 66ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ 2 ways ടു പ്രൊട്ടക്ട് യുവർ സെൽഫ് ഫ്രം ലൈറ്റനിങ്? ലൈറ്റനിങ്ങിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നതിനുള്ള 2 മാർഗ്ഗങ്ങൾ ഏതൊക്കെയാണ്? ലൈറ്റനിങ് അറസ്റ്റർ, ലൈറ്റനിങ് കണ്ടക്ടർ. മിന്നൽ രക്ഷാചാലകമാണ് ലൈറ്റനിങ് കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ. പിന്നെ ലൈറ്റനിങ് അറസ്റ്റർ എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു ഡിവൈസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഹൗ ഡസ് എ ലൈറ്റനിങ് കണ്ടക്ടർ പ്രൊട്ടക്ടസ് ഫ്രം ലൈറ്റനിങ്? ഇടിമിന്നലിൽ നിന്ന് മിന്നൽ രക്ഷാചാലകം നമ്മെ രക്ഷിക്കുന്നത് എങ്ങനെയാണ്? If the clouds have a negative charge, a positive charge is induced at the sharp points of the lightning conductor due to the electrostatic induction. അതായത് മേഘങ്ങളിൽ നെഗറ്റീവ് ചാർജാണുള്ളതെങ്കിൽ ഈ മിന്നൽ രക്ഷാചാലകം ഉണ്ടല്ലോ അതിൻ്റെ കൂർത്ത അഗ്രങ്ങളിൽ ഷാർപ്പായിട്ടുള്ള പോയിന്റ്സിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ മൂലം പോസിറ്റീവ് ചാർജ് ഇൻഡ്യൂസ്ഡ് ആവുന്നു. പോസിറ്റീവ് ചാർജ് അവിടെ ഇൻഡ്യൂസ്ഡ് ആവുന്നു. ദ ചാർജ് അക്യുമുലേഷൻ ഇൻ ദ ക്ലൗഡ്സ് കോസസ് ലൈറ്റനിങ്. ഇങ്ങനെ മേഘങ്ങളിൽ അക്യുമുലേഷൻ ഓഫ് ചാർജ് നടക്കുമല്ലോ. ഇങ്ങനെ നടത്തുന്ന അക്യുമുലേഷൻ ഓഫ് ചാർജാണ് എന്തിന് കാരണമാകുന്നത്? മിന്നലിന് കാരണമാകുന്നത്. A lightning conductor provides a safe path for the electric charge to flow into the earth during the lightning. ലൈറ്റനിങ് ഉള്ള സമയത്ത് അല്ലെ, മിന്നൽ ഉണ്ടാകുന്ന സമയത്ത് വൈദ്യുത ചാർജിനെ സേഫായിട്ട് സുരക്ഷിതമായിട്ട് ഭൂമിയിലേക്ക് ഒഴുക്കുന്നതിനുള്ള ഒരു പാത ഒരുക്കുകയാണ് ഈ പറയുന്ന മിന്നൽ രക്ഷാചാലകം അല്ലെങ്കിൽ ലൈറ്റനിങ് കണ്ടക്ടർ ചെയ്യുന്നത്. മനസ്സിലായോ? ഇതാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, അതിൻ്റെ മലയാളം മീഡിയം നോക്കിയുള്ളൂ. മിന്നലിൽ നിന്ന് മിന്നൽ രക്ഷാചാലകം നമ്മെ സംരക്ഷിക്കുന്നത് എങ്ങനെയാണ്? മേഘങ്ങളിൽ നെഗറ്റീവ് ചാർജാണ് ഉള്ളതെങ്കിൽ മിന്നൽ രക്ഷാചാലകത്തിൻ്റെ കൂർത്ത അഗ്രങ്ങളിൽ സ്ഥിത വൈദ്യുത പ്രേരണം മൂലം പോസിറ്റീവ് ചാർജ് പ്രേരണം ചെയ്യപ്പെടുന്നു. ഇങ്ങനെ മേഘങ്ങളിൽ കുമിഞ്ഞുകൂടുന്ന ചാർജാണ് മിന്നലിന് കാരണമാകുന്നത്. മിന്നലുണ്ടാകുമ്പോഴുള്ള വൈദ്യുത ചാർജിനെ സുരക്ഷിതമായി ഭൂമിയിലേക്ക് ഒഴുക്കുന്നതിനുള്ള ഒരു പാത ഒരുക്കുകയാണ് മിന്നൽ രക്ഷാചാലകം ചെയ്യുന്നത്. അടുത്തത്, ഹൗ ഡസ് എ ലൈറ്റനിങ് കണ്ടക്ടർ പ്രൊട്ടക്ടസ് ഫ്രം ലൈറ്റനിങ് ഇഫ് ദ ക്ലൗഡ്സ് ഹാവ് എ പോസിറ്റീവ് ചാർജ്? ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് ക്ലൗഡ്സിന് നെഗറ്റീവ് ചാർജ് ആയിരിക്കുമ്പോൾ എങ്ങനെയാണ് ഈ ലൈറ്റനിങ് കണ്ടക്ടർ വർക്ക് ചെയ്യുന്നതെന്ന്. എന്നാൽ അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ക്ലൗഡ്സിൽ മേഘങ്ങളിൽ പോസിറ്റീവ് ചാർജ് വരുമ്പോൾ എങ്ങനെയാണ് ഈ ലൈറ്റനിങ് കണ്ടക്ടർ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇഫ് ദ ക്ലൗഡ്സ് ഹാവ് എ പോസിറ്റീവ് ചാർജ്, എ നെഗറ്റീവ് ചാർജ് ഈസ് കണ്ടക്ടർ ഇൻഡ്യൂസ്ഡ് അറ്റ് ദ ഷാർപ്പ് പോയിന്റ്സ് ഓൺ ദ ലൈറ്റനിങ് കണ്ടക്ടർ. അതെ, ക്ലൗഡ്സിൽ പോസിറ്റീവ് ചാർജ് വരുന്ന സമയത്ത് ഈ ലൈറ്റനിങ് കണ്ടക്ടറിൻ്റെ ഷാർപ്പ് പോയിന്റ്സിൽ ഏത് ചാർജ് ആയിരിക്കും ഇൻഡ്യൂസ്ഡ് ആവുന്നത്? ലൈറ്റനിങ് കണ്ടക്ടറിൻ്റെ ഷാർപ്പ് പോയിന്റ്സിൽ നെഗറ്റീവ് ചാർജ് ആയിരിക്കും ഇൻഡ്യൂസ്ഡ് ആവുന്നത്, അല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ ഇൻഡ്യൂസ്ഡ് ആവുന്നത്? ഡ്യൂ ടു ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ മൂലം. ദ ചാർജ് അക്യുമുലേറ്റഡ് ഇൻ ദ ക്ലൗഡ്സ് കോസസ് ലൈറ്റനിങ്. അങ്ങനെ ഈ ക്ലൗഡ്സിൽ അക്യുമുലേറ്റ് ചെയ്യുന്ന ചാർജ് എന്തിന് കാരണമാകുന്നു? ലൈറ്റനിങ്ങിന് കാരണമാകുന്നു. എ ലൈറ്റനിങ് കണ്ടക്ടർ പ്രൊവൈഡ്സ് എ സേഫ് പാത്ത് ഫോർ ദ. ഇനി മറ്റതുപോലെ തന്നെ നേരത്തെ നമ്മൾ എഴുതിയ അതേ സെയിം സെൻറ്റൻസ് തന്നെയാണ് എഴുതിയേക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യത്തിൽ നമ്മൾ ആ ക്ലൗഡ്സിന് പോസിറ്റീവ് ചാർജ് എന്നുള്ള സമയത്ത് പോസിറ്റീവ് ചാർജ് കൊടുക്കുക. നെഗറ്റീവ് ചാർജാണ് കൊടുക്കാൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളതെങ്കിൽ നെഗറ്റീവ് ചാർജ് കൊടുക്കുക. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഭൂമിയിലുള്ള ഒബ്ജക്ട്സിന് എങ്ങനെ വരും? പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ നെഗറ്റീവ് ചാർജ് വരും, നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ പോസിറ്റീവ് ചാർജ് വരും. അങ്ങനെ ഓപ്പോസിറ്റ് ചാർജ് എഴുതി ആൻസർ എഴുതിയാൽ മതി കേട്ടോ. മിന്നലിൽ നിന്ന് മിന്നൽ രക്ഷാചാലകം
അത് പറഞ്ഞല്ലോ നമ്മെ സംരക്ഷിക്കുന്നത് എങ്ങനെ, അത് പറഞ്ഞു. അടുത്തത് മേഘങ്ങളിൽ പോസിറ്റീവ് ചാർജാണ് ഉള്ളതെങ്കിൽ മിന്നൽ രക്ഷാചാലകം നമ്മെ സംരക്ഷിക്കുന്നത് എങ്ങനെ? മേഘങ്ങളിൽ പോസിറ്റീവ് ചാർജാണ് ഉള്ളതെങ്കിൽ മിന്നൽ രക്ഷാചാലകത്തിന്റെ കൂർത്തഗ്രങ്ങളിൽ സ്ഥിതവൈദ്യുത പ്രേരണം മൂലം നെഗറ്റീവ് ചാർജ് പ്രേരണം ചെയ്യപ്പെടുന്നു. ഇങ്ങനെ മേഘങ്ങളിൽ കുമിഞ്ഞുകൂടുന്ന ചാർജാണ് മിന്നലിന് കാരണമാകുന്നത്. മിന്നൽ ഉണ്ടാകുമ്പോഴുള്ള വൈദ്യുത ചാർജിനെ സുരക്ഷിതമായ ഭൂമിയിലേക്ക് ഒഴുക്കുന്നതിനുള്ള പാത ഒരുക്കുകയാണ് മിന്നൽ രക്ഷാചാലകം ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഡിവൈസ് വി യൂസ് ടു പ്രൊട്ടക്ട് ആൻ എൻറ്റയർ ബിൽഡിംഗ് ഫ്രം ലൈറ്റനിങ്? മിന്നലിൽ നിന്ന് ഒരു ബിൽഡിങ്ങിനെ, ഒരു കെട്ടിടത്തിനെ മുഴുവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ഡിവൈസാണ് യൂസ് ചെയ്യുന്നത്? ലൈറ്റനിങ് കണ്ടക്ടറാണോ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലൈറ്റനിങ് അറസ്റ്ററാണോ യൂസ് ചെയ്യുന്നത്? ഏതാണ്? അവിടെ യൂസ് ചെയ്യുന്നത് ലൈറ്റനിങ് കണ്ടക്ടറാണ്. അതായത് ഒരു ബിൽഡിങ്ങിനെ മൊത്തത്തിൽ സംരക്ഷിക്കുന്ന, മിന്നലിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ലൈറ്റനിങ് കണ്ടക്ടർ, മിന്നൽ രക്ഷാചാലകം എന്ന് പറയും. ഇനി വിച്ച് ഡിവൈസ് ഈസ് യൂസ്ഡ് ടു പ്രൊട്ടക്ട് ഇലക്ട്രിക്കൽ സിസ്റ്റംസ് ഫ്രം ലൈറ്റനിങ്? വൈദ്യുത സംവിധാനങ്ങളെ, അല്ലെ, വൈദ്യുതോപകരണങ്ങളെയൊക്കെ മിന്നലിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ലൈറ്റനിങ് അറസ്റ്റർ. ഇതാണ് ലൈറ്റനിങ് അറസ്റ്റർ. അപ്പോൾ വൈദ്യുതോപകരണങ്ങളെ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സംവിധാനങ്ങളെ, വൈദ്യുത സംവിധാനങ്ങളെ മിന്നലിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണം ലൈറ്റനിങ് അറസ്റ്ററും, ഒരു ബിൽഡിങ്ങിനെ മിന്നലിൽ നിന്ന് രക്ഷിക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണം ലൈറ്റനിങ് കണ്ടക്ടറും, അല്ലേ? അടുത്തത്, വാട്ട് ഫസ്റ്റ് എയ്ഡ് ഷുഡ് ബി പ്രൊവൈഡ് ഇഫ് എ പേഴ്സൺ ഈസ് സ്ട്രക്ക് ബൈ ലൈറ്റനിങ്? അതായത് ഒരു വ്യക്തിക്ക് മിന്നലേറ്റാൽ നമ്മൾ എന്തെല്ലാം പ്രഥമ ശുശ്രൂഷകളാണ് നൽകേണ്ടത്? ദ പേഴ്സൺ സ്ട്രക്ക് ബൈ ലൈറ്റനിങ് ഷുഡ് ബി ലേഡ് ഫ്ലാറ്റ് ഇൻ എ വെൽ വെന്റിലേറ്റഡ് ഏരിയ. മിന്നലേറ്റ ഒരാളെ വെന്റിലേറ്റഡ് ഏരിയ എന്ന് വെച്ചാൽ വായു സഞ്ചാരമുള്ള ഒരു സ്ഥലത്ത് എന്ത് ചെയ്യണം? നിവർത്തി കിടക്കണം, അല്ലേ? നിവർത്തി, ലേഡ് ഫ്ലാറ്റ്, അതായത് നിവർത്തി കിടത്തണം. എന്നിട്ട് ചെയ്യേണ്ട, മസാജ് ദ എൻ്റെ ബോഡി ടു വാമിറ്റപ്പ്. ശരീരം മുഴുവൻ നമ്മൾ എന്താണ് മസാജ് ചെയ്ത് ചൂട് പിടിപ്പിക്കണം, വാമിറ്റപ്പ്, അല്ലേ, ചൂട് പിടിപ്പിക്കണം. അടുത്ത, പ്രൊവൈഡ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ, കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകണം. പിന്നെന്താണ്, അപ്ലൈ ഇൻ്റർമിറ്റൻറ്റ് പ്രഷർ ഓൺ ദ ചെസ്റ്റ്. ചെസ്റ്റിൽ ഇടവിട്ട്, ഇൻ്റർമിറ്റൻ്റ് എന്ന് വെച്ചാൽ ഇടവിട്ട് ശക്തമായിട്ട് ഇങ്ങനെ അമർത്തണം, പ്രഷർ കൊടുക്കണം ചെസ്റ്റിൽ. അടുത്തത്, ട്രീറ്റ് ബേൺസ്, പൊള്ളലങ്ങനെ ഏറ്റിട്ടുണ്ടെങ്കിൽ അതിന് ചികിത്സ നൽകണം. അപ്പോൾ ഇങ്ങനെ 70 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ സ്ഥിത വൈദ്യുതി അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ യൂണിറ്റ് കംപ്ലീറ്റ് ആയിരിക്കാം. നമുക്കിനി അതിൻ്റെ അകത്തുള്ള മറ്റേ ലെക്ചേഴ്സ് സോൾവിങ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് നോട്ട്സ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുമ്പത്തെ പാർട്സ് വീഡിയോയുടെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തൊരു പ്ലേലിസ്റ്റിൽ എല്ലാം. താങ്ക് യു. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എക്സാം അടുത്ത് വരികയാണ്. അപ്പോൾ ഇനി മടി പിടിച്ചിരിക്കാതെ നന്നായിട്ട് പഠിക്കുക എല്ലാവരും.